السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ പേരിലുള്ള നമ്മുടെ ഈ ഒരുമിച്ച് കൂട്ടത്തെ പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാപകർമ്മങ്ങളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനനുസൃതമായി പാപരഹിതമായ നിലയിൽ കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, റമദാൻ മാസത്തിൽ അള്ളാഹുവിന് പൊരുത്തമായ അമലുകൾ അധികരിപ്പിക്കുകയും അവൻ്റെ പൊരുത്തക്കേടിന് വഴിയാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യണം എന്നാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രധാന നിർദ്ദേശം. അള്ളാഹുവിൻ്റെ പൊരുത്തവും സ്നേഹവും നേടിയെടുക്കാൻ അവൻ തന്നെ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന അമലുകൾ, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അമാലുകൾ, അത് കൃത്യമായി അനുഷ്ഠിക്കണം, പരമാവധി വർദ്ധിപ്പിക്കണം, ആഗ്രഹത്തോടും ആവേശത്തോടും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. അമലുകളിൽ ഒരു പോരായ്മ സംഭവിക്കരുത്, ഇബാദത്തുകളിൽ അശ്രദ്ധയുണ്ടാകരുത്, മടിയുണ്ടാകരുത്, അലംഭാവമുണ്ടാകരുത്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിന് വഴിയാകുന്ന, അള്ളാഹുവിൻ്റെ അതൃപ്തിക്ക് വഴിയാകുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്നും പാപകർമ്മങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുകയും വേണം. ഒഴിഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ 10-30 ദിവസക്കാലത്തെ ബോധപൂർവമായ ആ ഒഴിഞ്ഞു നിൽക്കൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങോളം പൂർണ്ണമായ ഒരു പരിശുദ്ധിക്ക് പ്രാപ്തമാക്കുന്ന പ്രവർത്തന ശൈലിയാണ്, അല്ലെങ്കിൽ ഒരു പരിശീലനമാണ്. ആ അർത്ഥത്തിൽ തന്നെ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ, റമദാനിനെ പ്രയോജനപ്പെടുത്താൻ നമുക്കൊക്കെ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് റമദാനിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് അവിടുന്ന് പറഞ്ഞപ്പോൾ, യൻദുറുല്ലാഹു തആല ഇലാ തനാഫുസിക്കും ഫീഹ ഫഅറുല്ലാഹ ഫീ അൻഫുസിക്കും ഖൈറാ എന്നരുളി. യൻദുറുല്ലാഹു തആല ഇലാ തനാഫുസിക്കും ഫീഹ, ഈ മാസത്തിൽ നല്ല കാര്യങ്ങളിലുള്ള നിങ്ങളുടെ മത്സരത്തെ അല്ലാഹു തആല ആഗ്രഹത്തോടു കൂടി നോക്കിക്കാണുന്നു. പരസ്പരമുള്ള നിങ്ങളുടെ മാത്സര്യം, അമലുകളിൽ മുന്നേറുവാൻ, അമലുകളിൽ
മുൻപന്തിയിലെത്തുവാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ആ മാത്സര്യബുദ്ധി അള്ളാഹുവിന് ഇഷ്ടമാണ്. ഖുർആനിൽ അള്ളാഹു ഒരു സ്ഥലത്ത് വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ എന്ന് നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്തു. പരലോകത്തിൻ്റെ നന്മയും സ്വർഗത്തിൻ്റെ അലങ്കാരങ്ങളുമൊക്കെ പരിചയപ്പെടുത്തിയിട്ട് വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, ആ കാര്യത്തിൽ അല്ലെങ്കിൽ ഇത് കരസ്ഥമാക്കുന്ന വിഷയത്തിൽ മത്സരിക്കുന്നവർ മത്സരിച്ചോട്ടെ എന്ന് പറഞ്ഞു. മത്സരിക്കാനായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ ഒരുപാടുണ്ട് ഭൂമിയിൽ. പക്ഷേ ബുദ്ധിമതികളായ സത്യവിശ്വാസികൾ തിരഞ്ഞെടുക്കേണ്ട മാത്സര്യത്തിൻ്റെ ഗോത ഇതാണ് എന്ന് അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. യൻദുറുല്ലാഹു തആല ഇലാ തനാഫുസിക്കും ഫിഹ, ഈ മാസത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ കാട്ടുന്ന മാത്സര്യത്തെ, നിങ്ങൾ കാട്ടുന്ന ഉത്സുകതയെ, ഉത്സാഹത്തെ, ഊർജ്ജസ്വലതയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു ആഗ്രഹത്തോടു കൂടി നോക്കുകയാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞതുപോലെ ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർ പഠിക്കുന്നതിൽ അധ്വാനിക്കുന്നു, പണിയെടുക്കുന്നതിൽ ശ്രദ്ധിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ നല്ല മാതാപിതാക്കളുടെ മനസ്സ് കുളിർക്കുന്നത് പോലെ, സന്തോഷപൂർണ്ണമാകുന്നത് പോലെ അടിയാറുകളോട് കൽപ്പിക്കപ്പെട്ടതനുസരിച്ചിട്ട് അവർ കാട്ടുന്ന ആവേശം, അവർ കാട്ടുന്ന പരസ്പര മത്സരം, ഇത് അള്ളാഹു ഇഷ്ടത്തോടു കൂടിയാണ് നോക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅറുല്ലാഹ ഫി അൻഫുസിക്കും ഖൈറ, അതുകൊണ്ട് നിങ്ങളിൽ നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ നന്മ മാത്രം കാണിച്ചു കൊടുക്കുക എന്നും പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വളരെ ശ്രദ്ധേയമായ ഒരു കൽപ്പനയാണ്. ഫഅറുല്ലാഹ ഫി അൻഫുസിക്കും ഖൈറ, അതുകൊണ്ട് നിങ്ങളിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ പ്രവർത്തനത്തിൽ അള്ളാഹുവിന് നിങ്ങൾ നന്മ മാത്രം കാണിച്ചു കൊടുക്കുക, നല്ലത് മാത്രം കാണിച്ചു കൊടുക്കുക. എത്രത്തോളം നല്ലതിനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കാട്ടിക്കൊടുക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഖൈറാണ്, അത്രത്തോളം നിങ്ങളുടെ റബ്ബിന് നിങ്ങളോട് ഇഷ്ടം തോന്നും, സ്നേഹം തോന്നും. അതിൻ്റെ മറുഭാഗത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രത്തോളം നമ്മളിൽ നിന്നും തിന്മകളുണ്ടാകുമോ, കുറ്റകൃത്യങ്ങളുണ്ടാകുമോ അതിനനുസരിച്ചിട്ട് അള്ളാഹ്ക്ക് നമ്മളോട് വെറുപ്പ് തോന്നും, അള്ളാഹു നമ്മളെ അകറ്റി നിർത്തുകയും ചെയ്യും. പരിശുദ്ധ റമദാനിൽ മുസ്ലിം സമുദായം ഈ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി നല്ല കാര്യങ്ങളിൽ മുന്നേറുകയും ചീത്ത കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യണം. അതൊരു ശീലമായി മാറണം. ഈ സമുദായത്തിന് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ നല്ല ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമായി, സന്ദർഭമായി റമദാനിനെ ഉപയോഗപ്പെടുത്തുകയും വേണം. ഇന്ന് നമ്മളെ നോക്കുന്ന നമ്മളുടെ റബ്ബിന് നമ്മളെക്കുറിച്ചിട്ട് നല്ല സന്തോഷമുണ്ടെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയില്ല. നമ്മളെ നോക്കുന്ന, നമ്മളിൽ നിന്ന് നല്ലത് പ്രതീക്ഷിക്കുന്ന നമ്മളുടെ പടച്ചവന് നമ്മളിൽ നല്ലത് കാണാൻ കഴിയില്ല എന്നതുപോലെ പടപ്പുകൾക്ക് നമ്മളിൽ നല്ലതാണ് കാണാൻ കഴിയുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നലെ ഞാൻ സംസാരം കഴിഞ്ഞിട്ട് റൂമിൽ പോയപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമപാലക വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക രംഗത്ത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ച് വേദനയോടുകൂടി പറഞ്ഞു. ഒരു മുസ്ലിം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ നിന്നുമുണ്ടാകുന്ന അനുഭവങ്ങളിൽ മനംനൊന്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഈ സമുദായത്തെ സംബന്ധിച്ചിട്ട് സമൂഹം കാണുന്ന ഒരു കാഴ്ചപ്പാട്, സമൂഹത്തിൻ്റെ കണ്ണിൽ ഉണ്ടാക്കിയെടുക്കേണ്ട നമുക്ക് അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഒരു ഇമേജ് എന്തുകൊണ്ടത് നാം നഷ്ടപ്പെടുത്തി? കേവലം ഹദീസുകളും ആയത്തുകളുമൊക്കെ ഓതുകയും പറയുകയും കേൾക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന സമുദായം അതൊരു ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മാമൂലിൻ്റെ അടിസ്ഥാനത്തിലോ പറയുകയും കേൾക്കുകയും അല്ല വേണ്ടത്. അക്ഷരാർത്ഥത്തിൽ അതൊക്കെ നമ്മളെ പരിഷ്കരിക്കാനും നമ്മളെ സംസ്കരിക്കാനും നമ്മളുടെ ഇമേജ് വർദ്ധിപ്പിക്കാനും, അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള നമ്മളുടെ ഇമേജ്, അവൻ്റെ അടിയാറുകളുടെ മുമ്പിലുള്ള നമ്മളുടെ ഇമേജ് വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെക്കുറിച്ച് ജനങ്ങളുടെ കണ്ണിൽ നല്ലതല്ലാത്തതൊന്നും ഒരിക്കലും ഉണ്ടാകരുത്. ഒരു പറ്റം ആളുകൾ ആരെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് നല്ലത് പറഞ്ഞാൽ അത് തന്നെയാണ് ആകാശത്തിൽ അള്ളാഹു തീരുമാനമായി എടുക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ജനാസ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഇത് ആരുടേതാണെന്ന് അന്വേഷിച്ചു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സദസ്സിലുണ്ടായിരുന്ന സഹാബാക്കൾ അത് അത്ര നല്ലൊരുത്തൻ്റെതല്ല, നല്ലൊരു മനുഷ്യൻ്റേതല്ല എന്ന അർത്ഥത്തിൽ മറുപടി കൊടുത്തു. നല്ലൊരു മനുഷ്യൻ്റേതല്ല എന്ന അർത്ഥത്തിൽ മറുപടി കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ അർത്ഥവത്തായ നിലയിൽ തലയാട്ടിക്കൊണ്ട്
വജബത്ത് എന്ന് പറഞ്ഞു. ഈ ആളുകളുടെ അഭിപ്രായം ആ മനുഷ്യന്റെ വിഷയത്തിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥത്തിൽ. മറ്റൊരു ജനാസയെ സംബന്ധിച്ചിട്ട് അന്വേഷിച്ചപ്പോഴും അത് നല്ല മനുഷ്യൻ്റേതാണ് എന്ന അഭിപ്രായം പറഞ്ഞു സദസ്സിലുണ്ടായിരുന്ന സഹാബത്ത്. അത് കേട്ടപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വജബത്ത് എന്ന് മറുപടി പറഞ്ഞു. നിങ്ങളുടെ ഈ അഭിപ്രായത്തിനനുസരിച്ചിട്ട്, നിങ്ങളുടെ ഈ വീക്ഷണത്തിനനുസരിച്ചിട്ട് അള്ളാഹുവിൻ്റെ സന്നിധിയിലും ആ വ്യക്തിയെക്കുറിച്ചിട്ട് തീരുമാനം കൈക്കൊള്ളപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് തങ്ങൾ വഅൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് എന്നുകൂടി പറയുകയും ചെയ്തു. നിങ്ങൾ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ്. ഭൂമിയിൽ അടിയാറുകളുടെ നാവിൽ നിന്നും അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊരു തീരുമാനമാണോ ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് വരുന്നത്, ഒരു പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള ആളുകളുടെ അടിയാറുകളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ടാണ് അല്ലാഹു തആല തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ടാണ് പടച്ചവനോട് പുലർത്തുന്ന മര്യാദകളുടെയും പടച്ചവനോട് പുലർത്തേണ്ട നിയമവശങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ ഗൗരവതരമായ നിലയിൽ സംസാരിക്കുന്ന ഉലമാക്കൾ പടപ്പുകളോട് പുലർത്തേണ്ട നിയമങ്ങളെ സംബന്ധിച്ചിട്ടും പ്രാധാന്യത്തോടു കൂടി സംസാരിക്കുന്നത്. ഒരേ നേരത്ത് നമുക്ക് നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ നല്ല ഇമേജ് ഉണ്ടാകണം, അതേ നിലയിൽ പടപ്പുകളുടെ ഇടയിൽ നമുക്ക് നല്ല ഇമേജ് ഉണ്ടാകണം. ജനങ്ങൾ നമ്മളെ സംബന്ധിച്ച് ദുഷിക്കുകയോ മോശം പറയുകയോ ചെയ്യുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച നല്ലൊരു സമൂഹത്തെ വാർത്തെടുത്ത് ഏറ്റവും ഉത്കൃഷ്ട സമുദായമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നമ്മളുടെ മുൻഗാമികളായി മാതൃകാ പുരുഷന്മാരായി നമുക്ക് സമർപ്പിച്ചിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവരെ പിന്തുടർന്ന് ജീവിക്കാനാണ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അവരിൽ ആരെങ്കിലും ഒരാളെ പിന്തുടർന്നാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട് ആരും പോലും മോശം പറയില്ല, നിങ്ങളെക്കുറിച്ചിട്ട് ആരും ഒരു പരാതി പറയില്ല, ആവലാതി പറയില്ല. പ്രിയമുള്ളവരെ, ഈ സമുദായം ഉറക്കെ ചിന്തിക്കണം, ഈ സമുദായം ഉണർന്ന് ചിന്തിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ആ പ്രതാപത്തെ തിരിച്ചു പിടിക്കാൻ, ആ പ്രതാപത്തെ വീണ്ടെടുക്കാൻ ഈമാനിയായ നിലയിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പ്രതാപം, തഖ്വയുടെയും ഖശിയത്തിൻ്റെയും പരലോകത്തെ സംബന്ധിച്ചുള്ള ചിന്തയുടെയും സ്വഭാവശുദ്ധിയുടെയും നല്ല പെരുമാറ്റത്തിൻ്റെയും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതാപമുണ്ട്. ആ പ്രതാപം തിരിച്ചു പിടിക്കണം. ആ പ്രതാപത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടരായ ഒരു വിഭാഗമായി ഉയർന്നു വരാൻ ഉതകുന്ന തരത്തിലുള്ള അമലുകളെ സംവിധാനിച്ചുകൊണ്ട് അതിന് ഉതകുന്ന ഒരു ഏർപ്പാടാണ് വിശുദ്ധ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത്. അല്ലാഹു അത് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇന്നത്തെ രാവിലെയുള്ള പത്രം വായിച്ചപ്പോൾ, പത്രം വായിക്കുക എന്നത് പരിശുദ്ധ റമദാനിൽ പറ്റുമെങ്കിൽ ഉപേക്ഷിക്കേണ്ട ഒരു ദുഷ്കർമ്മമാണ് എന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഒരു ഫത്വ പോലെ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. പത്രവായനയും മാധ്യമങ്ങളിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ തിരിക്കലുമൊക്കെ പരിശുദ്ധ റമദാനിൽ ഒരു പക്ഷേ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക. പലപ്പോഴും നമുക്ക് നമ്മളുടെ പാപകർമ്മങ്ങളിലേക്കുള്ള വാസനയോ അല്ലെങ്കിൽ ശ്രദ്ധയോ അറിഞ്ഞോ അറിയാതെ വന്നുപോകാൻ ഇടയാകുന്ന തരത്തിലുള്ള അക്ഷരം നിരത്തലുകളാണ് ഇന്നത്തെ മാധ്യമങ്ങളായി നമുക്ക് മുമ്പിൽ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ്, ഏത് വാർത്തയിലാണ് നമുക്ക് ആശ്വാസം ഉണ്ടാകുന്നത്? ഏത് വാർത്തയിലാണ് നമുക്ക് സമാധാനം കൈക്കൊള്ളാൻ കഴിയുന്നത്? ഏത് വരികളിലൂടെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാകുന്നത്, നന്മയുണ്ടാകുന്നത്? പണ്ട് കാലഘട്ടത്തിൽ ചില ഉലമാക്കൾ ഈ പത്രമാധ്യമങ്ങളെ സംബന്ധിച്ചിട്ട് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും അതിനെ അടുപ്പിക്കാൻ പോലും കൊള്ളൂല എന്ന് പറയുകയും ചെയ്തതിനെ കുറിച്ചിട്ട് ഈ ഇരിക്കുന്ന ഞാനടക്കം സങ്കുചിത മനസ്ഥിതി എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ദുഷിച്ച ഈ നൂറ്റാണ്ടിൽ എഴുതി വരുന്ന വാർത്തകളിൽ, നിരത്തപ്പെടുന്ന അച്ചുകളിലൂടെ മനുഷ്യ മനസ്സുകളെ മലീമസമാക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടാൽ എന്ത് നന്മയാണ് കാണാനതിലുള്ളത്? ഇന്ന് രാവിലെ പ്രഭാതപത്രം നിവർത്തി വായിച്ചപ്പോൾ ഇന്നലത്തെ ഞാൻ പറഞ്ഞ എൻ്റെ അഭിമുഖത്തിലുണ്ടായ മനോവേദനയും സമുദായത്തിൻ്റെ ഇന്നത്തെ ദുരവസ്ഥയും സമൂഹത്തിൻ്റെ ഇന്നത്തെ ദുഷിപ്പുകളുമൊക്കെ അക്കമിട്ട് നിരത്തിയതുപോലെ, ആദ്യം ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടതിൻ്റെ വാർത്ത. കൊല ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്ത് ഏറ്റവും ഉന്നതനായി അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ വലിയ ഒരു ബിസിനസ് ശൃംഖലയുടെ അധിപനായി വാണരുളിയിരുന്നവൻ, അയാളോടൊപ്പം തന്നെയുള്ള ചില ആളുകൾ ക്രൂരമായ നിലയിൽ കൊലപ്പെടുത്തി എന്നതിൻ്റെ വാർത്തയും ചിത്രവും നമ്മൾ വായിക്കുന്നു. സമൂഹത്തിൻ്റെ ഈ ചിത്രം കാണുമ്പോൾ ആരെയാണ് ഇനി നമ്മൾ വിശ്വസിക്കേണ്ടത്? കൂടെ നടക്കുന്നവനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, കൂടെ കാറിൽ കയറുന്നവനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, നമ്മൾ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓഫീസിൽ ഏർപ്പാട് ചെയ്തിരിക്കുന്നവനെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആരെ വിശ്വസിച്ചുകൊണ്ടാണ് ഇനി ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കേണ്ടത്? ആലോചിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ സമൂഹം, മനുഷ്യവിഭാഗം എങ്ങോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്?
ഇതൊക്കെ നമ്മളൊരു വാർത്ത പോലെ അല്ലെങ്കിൽ ഒരു പ്രാദേശിക തലത്തിൽ കേൾപ്പിക്കപ്പെടുന്ന ഒരു വിശേഷം പോലെ നമ്മളിങ്ങനെ കണ്ടു തള്ളുകയാണ്, വായിച്ചു തള്ളുകയാണ്. അധപ്പതനത്തിൻ്റെ പടുകുഴിയിലേക്ക് ഓരോ നിമിഷവും അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ ദുഷിപ്പുകളെ കുറിച്ചിട്ട് മുസ്ലിം സമുദായം എന്തുകൊണ്ടാണ് ഉണരാത്തത്, ചിന്തിക്കാത്തത്? അതിൻ്റെ തൊട്ട് താഴെയുള്ള വാർത്തയിൽ 6 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി കളിക്കോപ്പാണെന്ന് വിചാരിച്ചുകൊണ്ട് ഐസ്ക്രീമിൻ്റെ ഒരു പന്ത് കൈക്കലാക്കുന്നു. ഐസ്ക്രീം പന്ത് കൊണ്ട് കളിക്കുന്ന കൊച്ചുകുട്ടിയുടെ സാധാരണ ചിത്രം നമ്മളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇത് കളിക്കാനുള്ള ഒരു കോപ്പാണെന്ന് വിചാരിച്ചുകൊണ്ട് കയ്യിലെടുക്കുന്ന ആ കുഞ്ഞ് അത് ചെളി പുരണ്ടതാണ്, തൽക്കാലം നമുക്ക് വേണ്ട എന്ന് പറയുന്ന വേറൊരു സുഹൃത്ത്. അത് ചെളിയായതുകൊണ്ട് നമുക്ക് വേണ്ട, ഭാഗ്യം കൊണ്ട് ചെളിയായതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന സുഹൃത്തിൻ്റെ ആ ഒരു ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് വലിച്ചെറിയുന്നു. അതൊരു ഉഗ്ര സ്ഫോടനത്തോടുകൂടി അയൽവാസിയുടെ വീടിൻ്റെ അവശിഷ്ടങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നു. വാർത്താവരികളിൽ നമ്മൾ വായിച്ചതുപോലെ പടച്ചവന്റെ ഏതോ ഒരു കുതിരത്ത് കൊണ്ടാണ്, അല്ലെങ്കിൽ പരിശുദ്ധ റമദാനിന്റെ എന്തോ ഒരു മഹത്വം കൊണ്ടാണ് ആ വലിച്ചെറിയുന്ന കുട്ടി നമ്മുടെ സമുദായത്തിൽ പറഞ്ഞ കുഞ്ഞാണ്. എങ്ങാനും ആ ബോംബ് എന്നറിയാതെ ഈ ബോള് വലിച്ചെറിയുകയും എന്തെങ്കിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ഏതെങ്കിലും ആളുകൾക്ക് അംഗവൈകല്യമോ ജീവഹാനിയോ സംഭവിക്കുകയും ചെയ്താൽ അത് മതിയായിരുന്നു കണ്ണൂർ ജില്ല വിശുദ്ധ റമദാനിൽ കത്തിയെറിയാൻ, അല്ലേ, സംഘർഷമുണ്ടാകാൻ. കണ്ണൂർ ജില്ലയിലെ നമ്മുടെ റമദാനും നോമ്പും തറാവീഹും മറ്റുമൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെടാൻ, അല്ലെങ്കിൽ അതിലൊക്കെ അസ്വസ്ഥത പടർന്നു പിടിക്കാൻ ആ ഒരൊറ്റ കളിക്കോപ്പ് മതിയായിരുന്നു. സമൂഹത്തിന്റെ ചിത്രത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ വായിച്ച വാർത്തയുടെ വരികളിലൂടെ സമർപ്പിക്കാൻ ശ്രമിക്കുന്നത്. കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൗതുകം പകരുന്ന തരത്തിൽ കാണുന്ന ബോളുകളെ പോലും വിശ്വസിച്ച് പിടിക്കാൻ കഴിയാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു പക്ഷേ ആ ബോള് സാധാരണ പോലെ വലിച്ചെറിഞ്ഞാൽ അതുകൊണ്ട് ഉഗ്രസ്ഫോടനം ഉണ്ടാകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒക്കെ വരികൾക്കിടയിൽ വായിക്കേണ്ട സാമൂഹികമായ കലുഷിതമായ അന്തരീക്ഷത്തിന്റെ വിഷമുഖങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദീകരിക്കുകയല്ല റമദാനിന്റെ താലീമിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിന്റെ ഇന്നത്തെ ചിത്രം, ഇന്നത്തെ മുഖഭാവം എവിടെ എത്തി നിൽക്കുന്നു? തൊട്ടടുത്ത വാർത്തയിൽ നമ്മൾ വായിച്ചത് കുറച്ചുകൂടി ഖേദകരമാണ്, കുറച്ചുകൂടി വേദനാജനകമാണ്. കൊച്ചുകുഞ്ഞ് തന്നോടൊപ്പം തന്നെ വിശ്വസിച്ചുകൊണ്ട് താൻ വാരിക്കൊടുക്കുന്ന ഊണിന്റെ ഉരുളകൾ സ്വീകരിച്ചുകൊണ്ട് ഉണ്ടുറങ്ങുന്ന ആ കൊച്ചുകുഞ്ഞ് അമ്മയാണ് ഒക്കെ തിരുത്തിക്കൊണ്ട് അമ്മയുടെ കയ്യിലെ പാത്രത്തിൽ നിന്നും ഭക്ഷണം വിളമ്പി അത് ഉരുളയാക്കി ആ കുഞ്ഞിന്റെ അണ്ണാക്കിൽ ഇട്ടുകൊടുത്തത്. അമ്മ നൽകുന്ന ആ അന്നത്തെ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി ചിരിച്ച മുഖവുമായി ഏറ്റുവാങ്ങിയ ആ കുഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റില്ല. ഒരിക്കലും എഴുന്നേൽക്കാത്ത ഉറക്കത്തിലേക്ക് ആ കുഞ്ഞ് വഴുതി വീണു. കുറെ നാളുകളായി നാട്ടിൽ വിവാദം സൃഷ്ടിച്ച ആ കൊച്ചു കുഞ്ഞിന്റെ മരണത്തെ സംബന്ധിച്ചിട്ട് വിദഗ്ധമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ വന്നപ്പോൾ ക്രൂരതയുടെ പ്രതീകമായി അമ്മയുടെ ബാഹ്യമായ തോലുമണിഞ്ഞുകൊണ്ട് തന്റെ തോളിൽ ഏറ്റുപിടിച്ചുകൊണ്ട് തന്റെ കുഞ്ഞിന്റെ വായിലെ കുരുട്ടിക്കൊടുത്ത ഈ ഉണ്ടയിൽ അവള് ആ കൊച്ചു കുഞ്ഞിനെ അറുകൊല ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിഷം കലർത്തിയിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അമ്മയെപ്പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ലോകത്തല്ലേ ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയെപ്പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ലോകത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് കളിക്കാനായി ഉരുണ്ടുവരുന്ന ഒരു ബോളിന്റെ രൂപത്തെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന അത്ഭുതത്തെക്കാൾ ഏറെ സ്വന്തം മാതാവ് സ്നേഹത്തോടുകൂടി അവരുടെ കയ്യിൽ ഉരുളയാക്കിയിട്ട് ഊണിന്റെ അന്നത്തിന്റെ രൂപത്തിൽ അണ്ണാക്കിലേക്ക് വെച്ച് തരുന്ന ആ ഒരു ഉരുളയെപ്പോലും വിശ്വസിക്കാൻ കഴിയാത്ത ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് സമൂഹത്തിന്റെ ചിത്രത്തെ സംബന്ധിച്ചിട്ട് വായിക്കാനുള്ള വരികൾ വായിക്കാൻ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. എന്നെ സമീപിച്ചുകൊണ്ട് ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ വിഷയം നമ്മുടെ നാട്ടിലെ പുതിയ ചെറുപ്പക്കാരുടെ ജീവിതശൈലി, മദ്യപാനത്തിനും മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ടുകൊണ്ട് അത്തരം ദുഷിപ്പുകളും ആ ദുഷിപ്പുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന സമൂഹത്തിന്റെ മധ്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഇമേജുകളും ഒക്കെയായി അദ്ദേഹം പറഞ്ഞ അനുഭവങ്ങൾ വല്ലാതെ നൊമ്പരപ്പെടുത്തി, വല്ലാതെ വേദനപ്പെടുത്തി. അവര് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഓണം പ്രമാണിച്ചിട്ട് സ്കൂളുകളും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികളെ നിരത്തി നിർത്തി രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ഓണസദ്യ ഞങ്ങൾ ഉണ്ണണമെങ്കിൽ മദ്യപാനികളായ ഞങ്ങളുടെ രക്ഷിതാക്കള് ഇനി മേലിൽ മദ്യം കഴിക്കുകയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം, പ്രതിജ്ഞ എടുക്കണം, എന്നാലേ ഈ മക്കളെ ഞങ്ങൾ ഓണമുണ്ണാൻ അനുവദിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. അതിനവർ ഡേറ്റ് നിശ്ചയിച്ചു. ആളുകളൊക്കെ തയ്യാറായി, ഒരുപാട് ആളുകൾ തയ്യാറായി. അദ്ദേഹം പറയുന്ന ഒരു മുസ്ലിമായ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്റെ സമുദായത്തിൽ വളർന്നു വരുന്ന ഈ ദുഷിപ്പുകൾക്കെതിരെ അങ്ങനെ ശക്തമായ ഒരു പ്രതികരണം ഉണ്ടാക്കണം എന്ന് ആശിച്ചുകൊണ്ട് ഞാനും നേതൃത്വം കൊടുത്തു അത്തരം ഒരു മദ്യമുക്ത സമിതിക്ക് വേണ്ടി.
ഒരുപാട് ആളുകളെ സമീപിച്ചുകൊണ്ട്, ഒരുപാട് ചെറുപ്പക്കാരെയും അല്ലാത്തവരെയും ഒക്കെ സമീപിച്ചുകൊണ്ട് അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചിട്ട് പറഞ്ഞു മനസ്സിലാക്കി. എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ആ രംഗത്ത് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ സമീപിച്ചിരുന്നു. ഞാൻ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒന്ന് പ്രസംഗിക്കേണ്ടി വന്നാൽ ദയവായി ഉസ്താദ് വരണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ നാളായി എന്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ ക്ഷണിക്കാൻ വരാത്തത് എന്നതിൻ്റെ കാരണം അറിയിക്കാൻ കൂടിയാണ് ഇന്നലെ ഞാൻ വന്നത്. കാരണം ഇങ്ങനെ എൻ്റെ സമുദായത്തെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇതിനെ സംബന്ധിച്ചിട്ട് പറയാൻ ശ്രമിച്ചപ്പോൾ പച്ച മലയാളത്തിൽ നമ്മുടെ സമുദായത്തിൻ്റെ സന്തതികൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കടലിലും മറ്റുമൊക്കെ ഉറക്കമൊഴിഞ്ഞ് പണിയെടുക്കുന്നവരാണ്, ഞങ്ങൾക്ക് ഈ പറയുന്ന ലഹരി ഒന്നുമില്ലാതെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ കഴിയില്ല, അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഞങ്ങളെ നന്നാക്കാൻ മെനക്കെടണ്ട എന്ന് പച്ച മലയാളത്തിൽ പറയുന്ന സമുദായം ഉത്കൃഷ്ട സമുദായം, ഉത്തമ സമുദായം, അഷ്റഫുൽ ഖൽക്കായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം. എൻ്റെ പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പറഞ്ഞ വചനത്തിൽ ഫഅറുല്ലാഹ ഫി അൻഫുസികും ഖൈറാ ഫയൻദുറുല്ലാഹു തആല ഇലാ തനാഫുസികും ഫിഹാ എന്നൊക്കെ പറയുമ്പോൾ അതിലെ ആ ആവേശമൊന്ന് ആലോചിച്ച് നോക്കിയേ, ആഗ്രഹമൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഈ മാസത്തിൽ നല്ലത് മാത്രം ചെയ്യണം, നല്ലത് ചെയ്യുന്നതിൽ പരസ്പരം മത്സരിക്കണം, നല്ലത് ചെയ്യുന്നതിൽ പരസ്പരം മത്സരിക്കണം. ആ മത്സരത്തിലേക്ക് അള്ളാഹു നോക്കുകയാണ്, നോക്കാൻ ആഗ്രഹിക്കുകയാണ്, അത് കാണാൻ അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ചീത്തയായതൊന്നും ചെയ്യരുത്, ചീത്തയായതിൽ നിന്നൊക്കെ അകന്നു നിൽക്കണം, ചീത്തയായതൊന്നും നിങ്ങളിൽ സംഭവിക്കരുത്. ഫഅറുല്ലാഹ ഫി അൻഫുസികും ഖൈറാ, അതുകൊണ്ട് നിങ്ങളിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ പ്രവർത്തനത്തിൽ, നിങ്ങളുടെ ചെയ്തികളിൽ നല്ലതല്ലാത്തതിനെ ഒന്നും നിങ്ങൾ കാണിക്കരുത്, നല്ലതല്ലാത്തതിനെ ഒന്നും നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ കാണാൻ അവസരമൊരുക്കരുത്. നല്ലത് മാത്രം നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് കാട്ടിക്കൊടുക്കുകയും ചെയ്യണം. സൂറത്ത് ഇബ്രാഹിമിന്റെ വചനങ്ങൾ വായിച്ചു നിന്ന് യാദൃച്ഛികമായി സൂറത്ത് ഇബ്രാഹിമിന്റെ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ ഉത്ബോധിപ്പിക്കുന്ന ആയാത്തുകൾ ഓതി നോക്കുമ്പോൾ തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ആകാശത്തെ സൃഷ്ടിച്ചവനാണ്, അവൻ ഭൂമിയെ സൃഷ്ടിച്ചവനാണ്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ പടച്ചവൻ, അതിനൊക്കെ സംവിധാനിക്കുകയും സൗകര്യപ്പെടുത്തുകയും ചെയ്തവനായ അല്ലാഹു എല്ലാ നിലയിലും കഴിവുട്ടവനാണ്, പ്രാപ്തനാണ്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത ആ അല്ലാഹു തആല അവൻ വിചാരിച്ചാൽ നിങ്ങളെ ഈ ഇവിടെ നിന്നും തുടച്ചു നീക്കുകയും പകരം വയഅതി ബിഖൽഖിൻ ജദീദ് മറ്റൊരു പുതിയ സൃഷ്ടിയെ കൊണ്ടുവരാൻ കഴിവുള്ളവനുമാണ്. വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമൊന്നുമല്ല, വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. കാരണം എന്താ? അവൻ ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്നും ആകാശത്തെ സൃഷ്ടിച്ചവനാണ്, ഭൂമിയെ സൃഷ്ടിച്ചവനാണ്, അതിലുള്ള സർവ്വത്തെയും സൃഷ്ടിച്ചവനാണ്. അതൊക്കെ സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും പരിപാലിക്കാനും സംവിധാനിക്കാനും ശേഷിയുള്ളവനായ അള്ളാഹു വിചാരിച്ചാൽ യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ്. നിങ്ങളുടെ ഈ വൃത്തികെട്ട കളികളൊക്കെ കാണുമ്പോൾ, നിങ്ങളുടെ ഈ മോശമായ പ്രവർത്തന ശൈലികളൊക്കെ കാണുമ്പോൾ വേണ്ടി വന്നാൽ നിങ്ങളെ ഇവിടെ നിന്നും തുടച്ചു നീക്കുകയും വയഅതി ബിഖൽഖിൻ ജദീദ് പകരം പടച്ചവനെ അനുസരിച്ച് ജീവിക്കുന്ന പാവങ്ങളായ ഏതെങ്കിലും ഒരു പറ്റം സൃഷ്ടിജാലങ്ങളെ കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യും. വമാ ദാലിക അലല്ലാഹി ബിഅസീസ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അതാത് സന്ദർഭത്തിൽ നമുക്ക് നൽകുന്ന ആശ്വാസത്തിന്റെ തെളിനീരാണ്. ഇന്ന് സുബഹി നമസ്കാരത്തിന് ശേഷം ഞാൻ ഓതിയ സൂറത്ത് ഇബ്രാഹിമിന്റെ വരികളാണ്. സുബഹിക്ക് മുമ്പും അതിനു മുമ്പും ഒക്കെയായി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേട്ട സമുദായത്തിന്റെ ദുരവസ്ഥകളും ഈ ആയാത്തുകളും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വായിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ആ ഉപദേശത്തിൽ എത്ര സത്യസന്ധമായ സമർപ്പണമാണുള്ളത്. അവിടെ അള്ളാഹു പറയുന്ന മറ്റൊരു വിഷയം കൂടി ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ നിങ്ങൾക്ക് ഞാൻ ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നു, നിങ്ങൾക്ക് ഞാൻ ആകാശത്തെ കീഴ്പ്പെടുത്തി തന്നു. ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ആധിപത്യത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി വാണരുളുന്ന ഏക വിഭാഗം മനുഷ്യർ മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയുള്ള പാവങ്ങളൊക്കെ പാവങ്ങളായി തന്നെ കഴിയുകയാണ്. ഇവിടെ ആനയാണ് കാഴ്ചയ്ക്ക് വലിയ ജന്തുവെങ്കിൽ ആന വളരെ സാധുവായി കഴിയുകയാണ്, ആരെയും ആക്രമിക്കാറില്ല, ആരെയും ഉപദ്രവിക്കാറില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കാണുന്നതോ കാണാത്തതോ ആയ എത്ര വലിയ വലിയ ജന്തുജാലങ്ങൾ ഉണ്ടെങ്കിലും അവരാരും അന്യരെ ആക്രമിക്കാറില്ല. വിശപ്പുണ്ടാകുമ്പോൾ, വിശപ്പ് താങ്ങവയ്യാതെയാകുമ്പോൾ
അത് നിവർത്തിക്കുന്നതിന് വേണ്ടി പടച്ചവൻ അനുവദിച്ചിരിക്കുന്ന തരത്തിൽ, പ്രകൃതി അനുവദിച്ചിരിക്കുന്ന തരത്തിൽ അവർ ആഹാരം കണ്ടെത്തുന്നുവല്ലാതെ അക്രമ മനോഭാവവുമായി ഒരിക്കലും അന്യനെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന സ്വഭാവം ഒരു ജന്തുവിനുമില്ല. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. മനുഷ്യനെയാണ് അല്ലാഹു തആല ഈ ഭൂമിയെ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. മനുഷ്യനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹറിനെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നത്. സൂറത്ത് ഇബ്രാഹിമിന്റെ വരികൾ വായിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിവർത്തി വെച്ച് വായിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ബഹറിനെ അല്ലാഹു തആല കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ഈ ബഹറിൽ അലയടിച്ചു വരുന്ന സമുദ്രത്തിന്റെ തിരമാലകളുടെ മീതെ കപ്പലുണ്ടാക്കുവാനും വഞ്ചി ഉണ്ടാക്കുവാനും തോണി ഉണ്ടാക്കുവാനും ഒക്കെ നിങ്ങൾക്ക് പടച്ചവനല്ലേ ശേഷി തന്നത്. ഈ തോണിയും വഞ്ചിയും മറ്റുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മത്സ്യബന്ധനത്തിന് വേണ്ടി പോകുന്ന ഈ മനുഷ്യനല്ലേ പറയുന്നത് പടച്ചവൻ ഹറാമാക്കിയ മദ്യമില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന്. അല്ലേ? ഞാനല്ലേ നിനക്ക് ഈ ബഹറിനെ കീഴ്പ്പെടുത്തി തന്നത്? ഞാനല്ലേ നിനക്ക് ഈ ബഹറിനെ കീഴ്പ്പെടുത്താനുള്ള ആഫിയത്തും ആരോഗ്യവും സാമർഥ്യവും ബുദ്ധിയും ഒക്കെ തന്നത്? പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹറിനെ കീഴ്പ്പെടുത്തി തന്നു എന്നും ആകാശത്തെയും ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നു ഒക്കെ പറയുന്ന ആ സ്ഥലത്ത് ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഈ സമുദായം ആലോചിക്കുകയും അറിയുകയും ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബഹറിനെ കീഴ്പ്പെടുത്തി തന്നു, നമുക്ക് പ്രകൃതിയെ കീഴ്പ്പെടുത്തി തന്നു, നമുക്ക് ഭൂമിയെയും ആകാശത്തെയും കീഴ്പ്പെടുത്തി തന്നു. നമ്മൾ ഇതിനൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരുടെ മേലെ ആധിപത്യം വാണരുളുകയാണ്. പക്ഷേ നമുക്ക് നമ്മളുടെ സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. നമുക്ക് നമ്മളുടെ സ്വന്തം ഇച്ഛകളെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. നമുക്ക് നമ്മളുടെ ഈ പറയുന്ന ദുസ്വഭാവങ്ങളിലേക്ക് എടുത്തു ചാടുന്ന മാനസികമായ ദുഷിച്ച സമ്മർദ്ദങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല. നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ കീഴ്പ്പെടുത്തും. ആനയെ കീഴ്പ്പെടുത്തുന്നു മനുഷ്യൻ അവന്റെ ബുദ്ധിവൈഭവം കൊണ്ട്. വലിയ വലിയ ജന്തുജാലങ്ങളെയും മൃഗങ്ങളെയും വേട്ടയാടി പിടിക്കുന്നു മനുഷ്യൻ അവന്റെ മികവ് കൊണ്ട്, ബുദ്ധിവൈഭവം കൊണ്ട്, അവന്റെ സാമർഥ്യം കൊണ്ട്. പക്ഷേ അവന്റെ ശരീരത്തിൽ അക്രമ മനോഭാവത്തെ വളർത്തിയെടുക്കുന്ന, അവന്റെ സ്വന്തത്തിൽ വളർന്നു വരുന്ന ദുഷിച്ച ഇച്ഛകളെ വേട്ടയാടി പിടിക്കുവാനും അതിനെ തളച്ചിടുവാനും ഈ മനുഷ്യന് സാധിക്കുന്നില്ല. അത് തന്നെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനതയായി ഖുർആനിൽ എങ്ങും അള്ളാഹു പറയുന്നത്. ഇവിടെ സൂറത്ത് ഇബ്രാഹിമിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് തരുമാറാകട്ടെ. അത് പറഞ്ഞതിന് ശേഷമാണ് ഈ ആകാശത്തെ സൃഷ്ടിച്ചവനായ അള്ളാഹു, ഭൂമിയെ സൃഷ്ടിച്ചവനായ അള്ളാഹു, ഈ കാണുന്ന അശുക്കളായി അറിയപ്പെടുന്ന നിങ്ങളെ നിങ്ങളുടെ പ്രവൃത്തി ദൂഷ്യം കൊണ്ട് തുടച്ചു നോക്കിയിട്ട് പകരം ഒരാളെ കൊണ്ടുവരണമെന്ന് തോന്നിയാൽ അള്ളാഹ്ക്ക് പ്രയാസമൊന്നുമില്ല. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. അടുത്ത ആയത്തിൽ വബറസൂ ലില്ലാഹി ജമീഅ فقال الضعفاء للذين استكبروا إنا كنا لكم تبعا فهل أنتم مغنون عنا من عذاب الله قالوا لو هدانا الله لهديناكم سواء علينا أجزعنا أم صبرنا ما لنا من محيص وقال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتموني من قبل إن الظالمين لهم عذاب أليم وبرزوا لله جميعا. ഈ ഭൗതിക ലോക ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായ ആ ജീവിതം അവസാനിച്ചിട്ട് മറ്റൊരു ലോകത്ത് വീണ്ടും ഇവർ ഉയർത്തെഴുന്നേൽപ്പിന് വിധേയരാക്കപ്പെടും എന്ന കാര്യം മറക്കരുത്. വബറസൂ ലില്ലാഹി ജമീഅ. പ്രബോധന പ്രവർത്തനങ്ങളുമായി, സൽക്കർമ്മങ്ങളുമായി, സതുപദേശങ്ങളുമായി സമൂഹ മധ്യത്തിൽ കറങ്ങി നടന്നിരുന്ന ന്യൂനപക്ഷം ചീത്ത വിളിക്ക് വിധേയരാവുക, പരിഹാസത്തിന് വിധേയരാവുക, നിങ്ങൾ ഞങ്ങളെ നന്നാക്കാൻ നോക്കണ്ട എന്ന വാക്കുകൾക്കൊക്കെ വിധേയരായിക്കൊണ്ട് നടന്നിരുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. നല്ല ആളുകൾ, നന്മയുടെ വക്താക്കൾ. മറുഭാഗത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ജീവിക്കും, നിങ്ങൾ ആരാ ചോദിക്കാൻ എന്ന തന്റേടവും തണ്ടുമായി അവരവർക്ക് തന്നെ അക്രമങ്ങൾ വലിച്ചു വെച്ചുകൊണ്ട് തന്റേടികളായി ജീവിച്ചിരുന്ന ഒരു വിഭാഗവുമുണ്ട്. ഈ രണ്ട് വിഭാഗത്തെയും നാളെ പരലോകത്ത് അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമ്മിൽ പറയുമ്പോൾ സാമർത്ഥ്യം പറയാനും അല്ലെങ്കിൽ തണ്ട് പറയാനും കിബറ് കാട്ടാനും കയ്യും പോലെ നോയിക്കോ എന്നൊക്കെ പറയാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിലും നാളെ പരലോകത്തെത്തുമ്പോൾ വബറസൂ ലില്ലാഹി ജമീഅ ഈ വിഭാഗങ്ങളൊക്കെ ഒന്നിച്ചു കൂട്ടും. ഈ വിഭാഗങ്ങളൊക്കെ ഒന്നിച്ചു കൂട്ടുമ്പോൾ ഓരോരുത്തരും അറിയേണ്ടത് അള്ളാഹു ഇന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. وقال الضعفاء للذين استكبروا إنا كنا لكم تبعا فهل أنتم مغنون عنا من عذاب الله. അനുയായികള് നേതാക്കന്മാരെ പിന്തുടർന്നുകൊണ്ടാണ്, സുഹൃത്തുക്കള് മറ്റു സുഹൃത്തുക്കളെ പിൻപറ്റിക്കൊണ്ടാണ്, കൂട്ടാളികള് മറ്റു കൂട്ടാളികൾക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് ദുഷിച്ച കർമ്മങ്ങളൊക്കെ ചെയ്തത്.
നമ്മളുടെ മുമ്പിൽ നമ്മളെ നയിക്കുന്ന നേതൃത്വമുണ്ട്, നേതാക്കളുണ്ട്. അത് കള്ളുകുടിയുടെ സദസ്സിലായാലും ചീട്ടുകളിയുടെ സദസ്സിലായാലും അക്രമ മനോഭാവവുമായി നടക്കുന്ന വൃത്തികേടുകളുടെ ഏതെങ്കിലും കളത്തിലായിരുന്നാലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലായിരുന്നാലും സംഘടനയിലായിരുന്നാലും എവിടെ ആയിരുന്നാലും അവിടെ ഒക്കെ കയ്യൂക്കുള്ള കുറെ നേതൃത്വം നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. അവര് നമ്മളെ നിർബന്ധിച്ചിട്ടാണ് ഈ നിലയിൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന അനുവർത്തികളാക്കി മാറ്റിയത്, ആജ്ഞാനുവർത്തികളാക്കി മാറ്റിയത്. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടല്ലോ നമ്മുടെ മുമ്പിൽ, അതെല്ലാ രംഗത്തും ഉണ്ട്. അവരെ വിശ്വസിച്ചുകൊണ്ട് അവർ പറഞ്ഞതുപോലെ അവരുടെ പിന്നാലെ നടന്നിട്ട് ജീവിതത്തിന്റെ എല്ലാ സത്തകളും നശിപ്പിക്കുകയും എല്ലാ നന്മകളും നശിപ്പിക്കുകയും ചെയ്തതിന്റെ തിക്തഫലം അനുഭവിക്കാൻ പരലോകത്ത് ഒത്തുകൂടിയിരിക്കുന്ന ഈ വിഭാഗമുണ്ടല്ലോ, അനുയായികൾ, സാധാരണക്കാര്, കൊച്ചു കൊച്ചാളുകൾ, അവരുടെ നേതാക്കന്മാരെന്നറിയപ്പെടുന്ന തന്റേടികളായ ആളുകളെ മുഖത്തു നോക്കിക്കൊണ്ട് പറയും, അല്ല, ദുനിയാവിൽ വെച്ച് ഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിന്നിലല്ലേ ഞങ്ങൾ നടന്നത്, നിങ്ങൾ പറഞ്ഞതുപോലെയല്ലേ ഞങ്ങൾ കേട്ടത്, നിങ്ങൾ വലിച്ചഴച്ചതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ കോലത്തിലേക്ക് എത്തിയത്. അവിടെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമായിരുന്നല്ലോ, ഒരുപാട് സാമർത്ഥ്യത്തിന്റെ കഥകൾ പറഞ്ഞു തരുമായിരുന്നല്ലോ. ഇവിടെയും ഞങ്ങൾക്ക് എന്തെങ്കിലും മാർഗം പറഞ്ഞു തരാൻ പറ്റുമോ? ഫഹൽ അൻതും മുഗ്നൂന അന്നാ മിൻ അദാബില്ലാഹി മിൻ ഷൈ. എന്തെങ്കിലും ഒരു മാർഗം, ഇപ്പൊ കാണുന്ന പടച്ചവന്റെ പ്രശ്നമുണ്ടല്ലോ, പടച്ചവന്റെ മുമ്പിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഈ ശിക്ഷ, അത് കണ്ടു കഴിഞ്ഞല്ലോ, ഇനി രക്ഷയില്ല. ഇതിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷ കിട്ടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്ന് അനുയായികൾ നേതാക്കളോട് ചോദിക്കുന്നതാണ്. ഫഹൽ അൻതും മുഗ്നൂന അന്നാ മിൻ അദാബില്ലാഹി മിൻ ഷൈ. അവര് കൈമലർത്തിക്കൊണ്ട് പറയും, ഖാലൂ ലൗ ഹദാനല്ലാഹു ലഹദൈനാകും, ഖാലൂ ലൗ ഹദാനല്ലാഹു ലഹദൈനാകും. എങ്ങാനും പടച്ചവൻ ഞങ്ങൾക്കൊരു നേർമാർഗം കാണിച്ചു തന്നിരുന്നെങ്കിൽ ആ നേർമാർഗം ഞങ്ങൾ നിങ്ങൾക്കും കാണിച്ചു തരുമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയിട്ട് വേണ്ടേ നിങ്ങൾക്ക് പറയാൻ? ഞങ്ങളും ഗതികേടിലാണ്, ഞങ്ങളും രക്ഷയില്ലാത്ത അവസ്ഥയിലാണ്, ഞങ്ങളും പെട്ടുപോയി എന്നിപ്പോഴാണ് ബോധ്യപ്പെട്ടത്. ലൗ ഹദാനല്ലാഹു ലഹദൈനാകും സവാഉൻ അലൈനാ അജസിഅനാ അം സബർനാ, സവാഉൻ അലൈനാ അജസിഅനാ അം സബർനാ മാ ലനാ മിൻ മഹീസ്. ഇന്നിപ്പോൾ നമ്മൾ ക്ഷമിച്ചാലും ശരി, ക്ഷമിച്ചില്ലെങ്കിലും ശരി, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, കുറ്റപ്പെടുത്തിയിട്ടും യാതൊരു കാര്യവുമില്ല. നമ്മൾ ക്ഷമിച്ചാലും ശരി, ക്ഷമിച്ചില്ലെങ്കിലും ശരി, കണ്ടാലും ശരി, കണ്ടില്ലെങ്കിലും ശരി, സംഗതി ശിക്ഷയുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എത്തിപ്പോയി. വമാ ലനാ മിൻ മഹീസ്. ഇനി ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. പ്രിയമുള്ളവരെ, ഇത് പരലോകത്തുണ്ടാകുന്ന ഒരു ദുരവസ്ഥയായി പടച്ചവൻ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഇഹലോകത്തുണ്ടാകുന്ന അവസ്ഥകൾ നിങ്ങൾ തന്നെ ഇതിനോട് തുലനം ചെയ്തുകൊണ്ട് വായിച്ചെടുക്കാൻ ശ്രമിച്ചുകൊള്ളുക. ഏതെങ്കിലും സാധുവായ ഒരു ചെറുപ്പക്കാരൻ അവന് ഭൗതികമായ ലോകത്തിന്റെ വൃത്തികേടുകളെ സംബന്ധിച്ച് പരിചയപ്പെടാൻ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ മെല്ലെ അവനെ ചാക്കിട്ട് പിടിക്കുന്നു, സോപ്പിട്ട് പിടിക്കുന്നു. ഈ വൃത്തികെട്ട ഈ ലോബിയിലേക്ക് അവനെയും തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആളുകൾ അംഗമാക്കുകയും ചെയ്യുന്നു. അവന് ആദ്യം അവന്റെ ചുണ്ടിന്റെ അടിയിൽ തിരുകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാക്കറ്റ് സമ്മാനിക്കുന്നു. പിന്നെ അവനെ കൂട്ടിയിരുത്തിക്കൊണ്ട് അവന് കണ്ണിന് ആനന്ദകരമാകുന്ന എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകളുടെ CD കാണാൻ അവസരം കൊടുക്കുന്നു. പിന്നെ റമദാൻ ആയതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. അതിന്റെ അപ്പുറത്തേക്ക് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹം അധപ്പതിക്കുന്നതിന് വേണ്ടി ആചരിച്ചു കൊണ്ടിരിക്കുന്ന വൃത്തികേടുകളുടെ ചിത്രങ്ങളൊന്നും തൽക്കാലം ഈ പള്ളിയിലിരുന്നു കൊണ്ട് പറയാൻ പോലും നമുക്ക് ധൈര്യമില്ല. നോമ്പ് കാലത്ത് പറയാൻ പോലും കൊള്ളൂല. അങ്ങനെ ഈ കൊച്ചുകുട്ടിയെ അവർ വളർത്തി ഒരു കോലത്തിലാക്കി. ആദ്യം ഒന്നും അറിയാതെയാണ്, താൽക്കാലികമായ ഒരു വികാരത്തിന്റെയും ഒരു ആസ്വാദനത്തിന്റെയും അടിമപ്പെട്ടുകൊണ്ട് ഈ കൊച്ചുകുട്ടി അവരോടൊപ്പം കണ്ണിയായത്. ഇപ്പോൾ അവൻ അതിന് അഡിക്റ്റായി മാറി. ഈ പറയുന്ന ദുഷിപ്പുകളൊന്നുമില്ലാതെ ജീവിക്കാൻ കഴിയാതെയായി. ആ ദുഷിപ്പുകളുടെ അമിതമായ ഉപയോഗത്തിന്റെ പേരിൽ ആ കൊച്ചുകുട്ടി വളർന്നു വന്നപ്പോൾ അവന്റെ വളർച്ച മുരടിക്കുകയും അവന് കരളിന് രോഗമായി, ഹാർട്ടിന് രോഗമായി, അവന്റെ ശരീരത്തിന്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ ട്യൂമർ പിടിച്ചു, ക്യാൻസർ പിടിച്ചു. അതൊക്കെ നമ്മൾ സാധാരണ വാർത്തയല്ലേ. പണ്ടൊക്കെ ഇത് പറയാൻ തന്നെ നമുക്ക് പേടിയായിരുന്നു പ്രിയമുള്ളവരെ. പക്ഷെ ഇതൊക്കെ സർവ്വസാധാരണമായ വാർത്തയായി മാറി. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അവന് ചികിത്സ ഫലപ്പെടുന്നില്ല എന്ന വാർത്ത കേൾക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ ആരായിരുന്നോ ഇവനെ ഈ വൃത്തികേടുകളിലേക്ക് വലിച്ചടച്ചത്, ആ വൃത്തികേടിലേക്ക് അവന് നായകത്വം വഹിച്ച ആളുകളൊന്നും പിന്നെ തിരിഞ്ഞു നോക്കാനുണ്ടാവൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. നിങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ കണ്ടു ശീലമുള്ളവരാണ്, അല്ലെങ്കിൽ അനുഭവങ്ങളെ അതേ അർത്ഥത്തിൽ അഭ്രപാളിയിൽ പകർത്തി തരുന്ന കാഴ്ചകളൊക്കെ കണ്ടു ശീലമുള്ളവരാണ്. അതുകൊണ്ട് ബാക്കി നിങ്ങൾ ചിന്തിച്ചോളുക, നിങ്ങൾ വായിച്ചെടുത്തോളുക. അല്ലാഹു നമ്മളുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളർന്നു വരുന്ന നമ്മളുടെ പുതിയ തലമുറയെ വഴിതെറ്റിപ്പോകാതെ പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വെറും ആമീനും ദുആയൊന്നും പോരാ, ശക്തമായ കഠിനമായ നിയന്ത്രണത്തിന്
വിധേയരാക്കിയാലല്ലാതെ നമ്മളുടെ സമുദായത്തിൻ്റെ സന്തതികളെ രക്ഷപ്പെടുത്താൻ സാധ്യമേ അല്ല. കാരണം നമ്മൾ ഈ പറയുന്ന പ്രസംഗം അവർ കേൾക്കുന്നു പോലുമില്ല. ഇപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ ഉറക്കം തൂങ്ങുന്ന കുറേ ആളുകൾ, അവരൊന്നും ആ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കുകയില്ല. അധിക പേരും രക്ഷകർത്താക്കളാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്നതൊന്നും കേൾക്കാൻ പോലും നേരമില്ല, കേൾക്കാൻ പോലും കഴിയുന്നില്ല. അവർ റമദാനിൻ്റെ വ്യത്യാസം പോലും മനസ്സിലാക്കാതെ അവരുടെ ആ ശീലങ്ങളിൽ തന്നെ മുഴുകി കഴിഞ്ഞുകൂടുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാക്കട്ടെ. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തുണ്ടാകുന്ന ദുരവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് വ്യാഖ്യാനിച്ചു തന്നതുപോലെ അല്ലെങ്കിൽ വിവരിച്ചു തന്നതുപോലെ അവിടെ മാത്രമല്ല ഇവിടെയും നമ്മൾ അനുഭവത്തിൽ കാണുന്നുണ്ട്. ഇങ്ങനെ ബെഡിൽ കിടക്കുന്ന, രോഗശയ്യയിൽ കിടക്കുന്ന ശരീരത്തിൽ അവന്റെ അതിക്രമം മുഖേന ഏതെങ്കിലും അണുക്കൾ ആധിപത്യം ചെലുത്തുകയും മാരകമായ രോഗത്തിന് അടിമയാവുകയും പിന്നെ എഴുന്നേക്കാൻ നിവൃത്തിയില്ലാതെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ തൻ്റെ ചങ്ങാതിമാരിലേക്ക് കണ്ണ് നട്ടാൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് കണ്ണ് നട്ടാൽ അവരാരും സഹായിക്കാനുണ്ടാവൂല, തിരിഞ്ഞു നോക്കുകയും ചെയ്യില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നാളെ പരലോകത്തെത്തുമ്പോൾ ഈ ചങ്ങാതിമാരെ അവസാനമായി അവർ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പോയി പണിയോക്ക്, ഞങ്ങളുടെ കാര്യത്തിൽ തന്നെ ഗതികളില്ല, പിന്നെ നിന്നെയും കൂടെ പോക്കിക്കൊണ്ട് നടക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടാവൂല. ലൗ ഹദാന അല്ലാഹു ലഹദൈനാകും സവാഉൻ അലൈനാ അജസിഅനാ അം സബർനാ മാ ലനാ മിൻ മഹീസ്. ഇപ്പൊ നമ്മൾ ക്ഷമിച്ചാലും തരക്കേടില്ല, ക്ഷമിച്ചില്ലെങ്കിലും തരക്കേടില്ല, അനുഭവിക്കുക അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ഇവിടെ നിന്നും ഓടിപ്പോകാൻ ഒരു മാർഗവുമില്ല. മാ ലനാ മിൻ മഹീസ്, ഓടിപ്പോകാൻ ഒരു മാർഗവുമില്ല. ഇങ്ങനെ പെട്ടുപോകുന്ന വിഭാഗം ഇനി എന്ത് എന്ന ചിന്തയുമായി നിൽക്കുമ്പോൾ സൂറത്ത് ഇബ്രാഹിമിന്റെ അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത് വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംർ ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും ഫഅഖ്ലഫ്തുകും വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅൗതുകും ഫസ്തജബ്തും ലി ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും. ഈ സംഭാഷണം നടക്കുന്ന മധ്യത്തിൽ തൊട്ടടുത്ത് മറ്റൊരു ശബ്ദം കേൾക്കുന്നു. വഖാല ശൈത്താനു, ശൈത്താനാണ് പ്രസംഗിക്കുന്നത്. ഖുർആൻ പറയുകയാണ്, ശൈത്താൻ പ്രസംഗിക്കുകയാണ്. ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങളൊക്കെ തീരുമാനമായി, ഇവർ തമ്മിൽ തല്ലുകയാണ്, രണ്ടുപേരും അനുഭവിക്കാൻ വിധിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇത് കണ്ടപ്പോൾ സാധാരണഗതിയിൽ ചങ്ങാതിമാരായ നമ്മുടെ നേതാക്കന്മാരെ നമ്മളെ വഴിവഴപ്പിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൈക്ക് പോയി പിടിച്ചു. അവരൊഴിഞ്ഞു പറയുകയാണ്. ഒഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും പിന്നെ അടുത്ത ആരെ നമ്മൾ പിടിക്കേണ്ടത്? നമ്മൾ പിന്നെ പിടിക്കേണ്ടത് പിശാചിനെയാണ്, ഷൈത്താനെയാണ്, ഇബ്ലീസിനെയാണ്. അവനാണ് നമ്മളെ ഈ അനാവശ്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയത്. അയാൾ നമ്മളെക്കാൾ കൂടുതൽ ദീർഘദൃഷ്ടിയുള്ള ആളാണ്, അറിവുള്ള ആളാണ്, വിവരമുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി അയാളുടെ കൈക്ക് പിടിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ ഒരു കസേരയിൽ ഉപവിഷ്ടനായിക്കൊണ്ട് ആളുകളൊക്കെ സംബോധന ചെയ്തുകൊണ്ട് അങ്ങോട്ട് പറയും വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംറു ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു നിങ്ങളോട് ചില വാദകളൊക്കെ ചെയ്തിരുന്നു, അല്ലാഹു നിങ്ങളോട് ചില വാഗ്ദാനങ്ങളൊക്കെ തന്നിരുന്നു. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളുടെ പിന്നാലെ കൂടിക്കൊണ്ട് ചില്ലറ വാഗ്ദാനമൊക്കെ ഞാനും തന്നു. ഞാൻ തന്നത് നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ. ഖുർആനായത്ത് എത്ര രസകരമാണ് പ്രിയമുള്ളവരെ. എനിക്ക് നിങ്ങളെ അത് അടിച്ചേൽപ്പിക്കാനോ നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കാനോ ഒന്നും കഴിയുമായിരുന്നില്ല. ഞാനിങ്ങനെ ദൂരെ ഇരുന്നു കൊണ്ട് നിങ്ങളെ ഒരു ഏറ് കണ്ടിട്ട് അടിക്കുകയും നിങ്ങളെ മെല്ലെ മെല്ലെ ഞാൻ തഷ്കീലാക്കുകയും സ്നേഹത്തോടുകൂടി നിങ്ങളെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് ശരിയാണ്. എന്നല്ലാതെ ഞാൻ നിങ്ങളെ അടിച്ചേൽപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നിങ്ങളെ കൊണ്ട് അടിച്ചേൽപ്പിച്ച് ചെയ്യിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയും ചെയ്യില്ല. പക്ഷെ എന്ത് ചെയ്യട്ടെ, പടച്ചവൻ പറഞ്ഞ അല്ലെങ്കിൽ ഉസ്താദ് പ്രസംഗിച്ച, ഉലമാക്കൾ പറഞ്ഞ ആ നല്ല വാഗ്ദാനങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നതിന് പകരം എന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് എന്റെ പിന്നാലെ നിങ്ങൾ വന്നു. അതിന് ഞാനാണോ കുറ്റക്കാരൻ? അല്ല. ഫലാ തലൂമൂനി വലൂമു അൻഫുസകും, അതിന് ഞാനല്ല കുറ്റക്കാരൻ. അതുകൊണ്ട് എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. നിങ്ങളെ തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കോളൂ. നിങ്ങളാണ് കുറ്റക്കാരൻ, അല്ലാതെ ഞാനല്ല കുറ്റക്കാരൻ. സുബ്ഹാനല്ലാഹ്. ഫലാ തലൂമൂനി വലൂമു അൻഫുസകും മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തൂല, നിങ്ങൾ എന്നെയും കുറ്റപ്പെടുത്തരുത്. മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖി ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബ്ൽ ഇന്നദ്ദാലിമീന ലഹും അദാബുൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരവസ്ഥയിൽ നിന്ന് നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു പക്ഷേ നമ്മൾ ഇന്ന് കേവലാർത്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അമലാണെന്ന് വിചാരിച്ച്, ദീനാണെന്ന് വിചാരിച്ച് ചില്ലറ കർമ്മങ്ങളൊക്കെ ചെയ്തു. മറുഭാഗത്ത് നമ്മളിൽ നിന്നും അറിയാതെ ഒരുപാട് പാപകർമ്മങ്ങൾ, തെറ്റുകുറ്റങ്ങൾ വന്നുപോയി. ആ തെറ്റുകുറ്റങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നല്ല വാക്കുകളിലൂടെ നമ്മളെ നയിക്കുന്ന ആളുകളോടൊപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെ പെട്ടുപോവുകയോ കൂടിക്കൊടുക്കുകയോ ചെയ്താൽ അതിന്റെ തിക്തഫലം നാളെ പരലോകത്തെത്തുമ്പോൾ അറിയും. ചിലപ്പോൾ പരലോകം വരെ കാത്തു നിൽക്കണമെന്നില്ല, ഇഹലോകത്ത് തന്നെ അള്ളാഹു അറിയിക്കും. നമ്മളൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 5-6 കുട്ടികൾ, ചെറുപ്പക്കാർ ടൂറിന് വേണ്ടി പോയി. അടുത്ത സമയത്ത് എവിടുന്നാ പോയതെന്നും എങ്ങോട്ടാ പോയതെന്നൊന്നും ഞാൻ പറയില്ല. പറഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ ആളുകൾക്കൊക്കെ വേദന തോന്നും, വിഷമം തോന്നും.
ടൂറിന് വേണ്ടി പോകുന്ന ചെറുപ്പക്കാരുടെ ഇന്നത്തെ അവസ്ഥ എന്താ പ്രിയമുള്ളവരെ? എന്താ അവസ്ഥ? നല്ല തഖ്വയോടുകൂടി തസ്ബീഹുമാലയും കയ്യിൽ പിടിച്ചുകൊണ്ട് തൊപ്പിയും തലയിലിട്ടുകൊണ്ട് പള്ളികൾ കയറി ഇറങ്ങുന്ന ആ ടൂറായിരുന്നു പണ്ട് കാലത്തൊക്കെ മാപ്പിളമാർക്ക് പരിചയമുള്ളത്. ഇന്ന് അങ്ങനെയൊന്നും അല്ല. ഇന്ന് ടൂറിന് വേണ്ടി പോയാൽ കുട്ടികളുടെ കയ്യിൽ എന്താണ് ഉണ്ടാവുക? തലയിൽ തൊപ്പിക്ക് പകരം അവരുടെ കയ്യിൽ കുപ്പിയാണ് ഉണ്ടാവുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമുദായത്തെ കുറ്റപ്പെടുത്തുന്നതിൽ മനസ്സിന് വല്ലാത്ത വേദനയുണ്ട്. പക്ഷെ ഇത് കുറ്റപ്പെടുത്തുകയല്ല, കുറ്റങ്ങൾ കാണുകയും ആ കാണുന്ന കുറ്റത്തെ സംബന്ധിച്ചിട്ട് ആത്മാർത്ഥമായ നൊമ്പരപ്പെടുന്ന മനസ്സുമായി സ്നേഹത്തിന്റെ ഭാഷയിൽ അവരുമായി തന്നെ അത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർത്തി പോകുന്നത്. പറയണോ വേണ്ടേ, പറയാമോ വേണ്ടേ? അള്ളാഹു തആല നമ്മുടെ സമുദായത്തിന് നേരായ വഴിയിൽ ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഊർജ്ജസ്വലമായ യുവബുദ്ധികളെ അള്ളാഹു ഖൈറിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടുമാറാകട്ടെ. ടൂറിന് വേണ്ടി പോകുന്ന ചെറുപ്പക്കാരുടെ അടിച്ചുപൊളിക്കാനുള്ള അത്യാഗ്രഹത്തോടു കൂടിയുള്ള യാത്രയിൽ ആർത്തട്ടഹസിച്ചുകൊണ്ടും ചിരിച്ചുല്ലസിച്ചുകൊണ്ടുമാണ് അവർ പോകുന്നത്. പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് അവർ എത്തിപ്പെട്ടു. അവിടെ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ആശുപത്രിയുടെ മുമ്പിൽ ഒരു ബോർഡ് കണ്ടു. എന്താ ബോർഡ്? ബോഡി ചെക്കപ്പ് ഫ്രീ ആയി നടത്തി കൊടുക്കുന്നു. അത് കണ്ടപ്പോൾ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ പറഞ്ഞാൽ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്ന വാഹനം വരണമെങ്കിൽ ഇനി 3-4 മണിക്കൂർ സമയം കാത്തു നിൽക്കണം. വെറുതെ നമ്മൾ കറങ്ങി നടക്കുന്നതിന് പകരം ഒന്ന് കയറിയിട്ട് ചെക്കപ്പ് ചെയ്താൽ എന്താ? ഫ്രീ ആയിട്ട് ബോഡി ചെക്കപ്പ് ചെയ്യാമല്ലോ. ഒന്ന് കയറി ചെക്കപ്പ് ചെയ്താൽ എന്താ? 6 പേരുള്ളവരുടെ കൂട്ടത്തിൽ 5 പേര് പറഞ്ഞു ശരിയാ, നല്ല അഭിപ്രായമാണ്, കയറി ചെക്കപ്പ് ചെയ്യാം, വേറെ നഷ്ടമൊന്നുമില്ല, പണം ലാഭമാണ്, നമുക്ക് ഏതായാലും സമയമുണ്ടല്ലോ. ഒരാൾ പറഞ്ഞു വേറെ പണിയൊന്നുമില്ല, ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്ന് അടിച്ചു പൊളിക്കുന്നതിന് പകരം ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പിനൊക്കെ പോകുന്നു, വേറെ പണിയൊന്നുമില്ലേ. പക്ഷെ ഭൂരിപക്ഷം നിർബന്ധിച്ചപ്പോൾ ഭൂരിപക്ഷത്തിന്റെ നിർബന്ധത്തിന് 6 പേരും ചെക്കപ്പിന് വിധേയരായി. ചെക്കപ്പ് നടത്തി. അത് സാധാരണഗതിയിൽ ആശുപത്രിക്കാരൻ്റെ ഒരു കച്ചവട പരസ്യമാണ്. അത് മറ്റൊരു വിഷയമാണ്. അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറയാൻ പോകുന്ന വിഷയം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഓരോരുത്തർക്കും ഓരോരോ കച്ചവട ലക്ഷ്യത്തോടു കൂടി പ്രദർശിപ്പിക്കപ്പെടുന്ന ബോർഡുകൾ ഉള്ളതുപോലെ അതിനായി നിശ്ചയിക്കപ്പെടുന്ന ചില നറുക്കെടുപ്പുകളും മറ്റുമൊക്കെ ഉള്ളതുപോലെ ആശുപത്രിക്കാരൻ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കസ്റ്റമറുകൾ രോഗികളാണ്, കസ്റ്റമറുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെക്കുന്ന ഒരു പ്രത്യേകമായ പദ്ധതി മാത്രമാണ്. ഫ്രീ ചെക്കപ്പ് നടത്തി. 6 പേരിൽ 5 പേരുടെ റിസൾട്ടും പെട്ടെന്ന് കിട്ടി. കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്, പേടിക്കാനൊന്നുമില്ല. ഒരാളുടെ മാത്രം റിസൾട്ട് വരാൻ അല്പം വൈകും, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ 5 പേരും ഏകാഭിപ്രായത്തോടു കൂടി ചെക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞവരാണ്. ഒരാളാണ് അതിനെ എതിർത്തത്, ഇപ്പം വേണ്ടാന്ന് പറഞ്ഞത്. ആ എതിർത്ത ആളുടെ റിസൾട്ട് വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് അറിയിപ്പ് കിട്ടി. കുറച്ചുകൂടെ കാത്തു നിൽക്കണം. മണിക്കൂറുകൾ കാത്തു നിന്നു. അപ്പോഴും ഇവൻ പറഞ്ഞു വേറെ ജോലിയില്ലേ? ആശുപത്രിക്കാർ പലതും പറയും നമുക്ക് നമ്മുടെ പണിക്ക് പോകാം, നമുക്ക് നമ്മുടെ വഴിക്ക് പോകാം, നിങ്ങൾ 5 ആളത് കിട്ടിയില്ലേ, പോകാം, എൻ്റെത് എനിക്ക് വേണ്ട. പക്ഷെ 5 പേരുടെ മനസ്സിലും അങ്ങനെയല്ല, എന്തോ എന്നുള്ളത് കൊണ്ടാണല്ലോ കാത്തു നിൽക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കാത്തു നിൽക്കാം, നമ്മൾ ഇത്രയും കാത്തു നിന്നില്ലേ, കാത്തു നിൽക്കാം. പ്രിയമുള്ളവരെ, മണിക്കൂറുകളുടെ കാത്തുനിൽപ്പിന് ശേഷം ആ മനുഷ്യന്റെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി കൗണ്ടറിൽ പോയിട്ട് റിസൾട്ട് വാങ്ങി നോക്കുമ്പോൾ ഈ 5 കുട്ടികളും ഞെട്ടിപ്പോയി. 6ാമത്തവൻ ഞെട്ടിയെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല, ഞെട്ടിയോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഞെട്ടാൻ പോലും മനസാക്ഷിയില്ലാത്ത തരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മനസ്സിനെ മരവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക സമ്മർദ്ദത്തിൽ അവന്റെ മനസ്സിന് ഞെട്ടലുണ്ടായോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ഈ 6ാമത്തെ താമസിച്ച് വൈകി കിട്ടിയ ആ കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ ആ കുട്ടി ഇനി ഒരിക്കലും ഭേദമാകാത്ത മാരകമായ ഒരു അണുവിന് അടിമപ്പെട്ടിരിക്കുന്നു, ഒരു രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിവുണ്ടായി. ടൂറും മുടങ്ങി, ജീവിതവും മുടങ്ങി, എല്ലാം മുടങ്ങി. ഇനി ഈ 5 ആളുകളും അവന് വേണ്ടി സഹതാപത്തിന്റെ കണ്ണീർ ഒഴുക്കിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഈ 5 ആളുകൾക്കും അവൻ എന്തെങ്കിലും ഗുണം ചെയ്യാൻ വിചാരിച്ചാൽ ഗുണം ചെയ്യാനും സാധ്യമല്ല. ഞാൻ ഈ പറയുന്നത് കഥയല്ല, വേദപുസ്തകത്തിലെ വാക്യമല്ല, പുരാണങ്ങളിലെ ഐതിഹ്യമല്ല, അനുഭവമാണ്. ഒരു പക്ഷേ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ അനുഭവത്തിന്റെ നൊമ്പരമുള്ള ഏതെങ്കിലും മനസ്സ് ഈ സദസ്സിലുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് നല്ല മനസ്സ് നൽകുമാറാകട്ടെ, സബർ നൽകുമാറാകട്ടെ. അള്ളാഹു തആല ഈ നിലയിൽ വേദനകളിലേക്കും നൊമ്പരങ്ങളിലേക്കും പരീക്ഷണങ്ങളിലേക്കും അറിഞ്ഞുകൊണ്ട് എടുത്തു ചാടുന്ന നമ്മളുടെ സമുദായത്തെ കരകയറ്റുമാറാകട്ടെ, മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാസ്തവത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സമുദായമേ, നമ്മൾ അറിയാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കാൻ ശ്രമിക്കുമ്പോൾ പരലോകത്ത് മാത്രമല്ല പൈശാചിക വൃത്തത്തിൽ പെട്ടുപോയ വിഭാഗത്തിന്റെ നൈരാശ്യം ഇഹലോകത്ത് തന്നെ അവര് പെട്ടുപോകുന്ന ഈ അപകടത്തിന്റെ ഗൗരവത്തെയും അതിന്റെ ദോഷവശത്തെയും അവർക്ക് അനുഭവിക്കേണ്ട അവസ്ഥയുണ്ടാകും എന്നാണ് അള്ളാഹു അവരുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. മനസ്സിലാക്കി തരണം. അള്ളാഹു ഈ ദുരവസ്ഥയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ നിലയിലുള്ള മുസീബത്തുകളിലും ഷർറുകളിലും ഫസാദുകളിലും പെട്ടുപോകാതെ നമ്മളെയും നമ്മുടെ പുതിയ തലമുറയും നമ്മുടെ കൂട്ടുകുടുംബാദികളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഉദ്ഖിലല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വഉദ്ഖിലല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ബിഇദ്നി റബ്ബിഹിം തഹിയ്യതുഹും ഫീഹാ സലാം. മോശപ്പെട്ട ആളുകളുടെ ചരിത്രം മാത്രം പറഞ്ഞാൽ പോരാലോ, സമുദായത്തിന്റെ ദുഷിച്ച മുഖം മാത്രം നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചാൽ പോരാ, മറുമുഖമുണ്ടെന്നുകൂടി സമുദായത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മറ്റൊരവസ്ഥയിൽ അല്പം മെനക്കെട്ട് ജീവിക്കാൻ തയ്യാറായാൽ അവർക്ക് കിട്ടാൻ പോകുന്ന അപാരമായ നിഅമത്തുകളെ കുറിച്ചും അവരെ അറിയിക്കേണ്ടതൊരു ബാധ്യതയാണ്. ഒരു പക്ഷേ അവരെ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കാത്തത് കൊണ്ടാണ്, അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ സോപാനത്തെ സംബന്ധിച്ചിട്ട് ഈ സമുദായത്തിന്റെ പുതിയ തലമുറയെ അറിയിക്കേണ്ടതുപോലെ അറിയിക്കാത്തത് കൊണ്ടാണ് നമ്മളുടെ സമുദായം വഴിതെറ്റിപ്പോയത് എന്നതും ഒരു പരമാർത്ഥമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ സമുദായം വഴിതെറ്റിയതിന്റെ ഉത്തരവാദിത്വം ഈ ഇരുന്ന് പ്രസംഗിക്കുന്ന എനിക്കും രക്ഷിതാക്കൾ എന്ന് അവകാശപ്പെടുന്ന നമുക്കൊക്കെയും ബാധകമാണ്. അള്ളാഹു നമുക്ക് മാപ്പ് തരുമാറാകട്ടെ. മറ്റൊരു മുഖമുണ്ടെന്ന് പടച്ചവൻ പറയുന്നു, വഉദ്ഖിലല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. വിശ്വാസത്തോടുകൂടി നല്ല അമലുകൾ ചെയ്ത എൻ്റെ അടിയാറുകൾ, വഉദ്ഖിലല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ബിഇദ്നി റബ്ബിഹിം. നല്ല അമലുകൾ ചെയ്തവർ, നല്ല വിശ്വാസം കൈക്കൊണ്ടവർ, ഈമാനും അമലെ സാലിഹാത്തും വളർത്തിയെടുത്തവർ, അങ്ങനെയുള്ള അടിമകളായി അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന പുഴകളോടുകൂടിയ, നദികളോടുകൂടിയ, ജലാശയങ്ങളോടുകൂടിയ ഉന്നതമായ സോപാനങ്ങളിൽ, കെട്ടിടങ്ങളിൽ, കൊട്ടാരങ്ങളിൽ നാം അവരെ പ്രവേശിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അവർക്ക് നൽകാൻ പോകുന്ന സ്വർഗ കൊട്ടാരം, അവർക്ക് നൽകാൻ പോകുന്ന പരലോകത്തിന്റെ സുഖജീവിതത്തിനായി അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ സോപാനം, അതിനെ പരിചയപ്പെടാത്തത് കൊണ്ടാണല്ലോ നമ്മുടെ ചെറുപ്പക്കാര് താൽക്കാലികമായി ലഭിക്കുന്ന ആശ്വാസത്തിന് വേണ്ടി അവരധ്വാനിച്ചുണ്ടാക്കുന്ന പണം മുടക്കിക്കൊണ്ട് വിഷം കലർത്തപ്പെട്ട ഈ മദ്യങ്ങളിലും അത്തരം മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെടുന്നത്. അവർക്ക് മുമ്പിൽ പരലോകത്ത് പടച്ചവൻ ഒരുക്കി വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി പടുത്തുയർത്തിയിരിക്കുന്ന കൊട്ടാരത്തിന്റെ താഴ്ഭാഗത്തോടുകൂടി പടച്ചവൻ ഇങ്ങനെ ഒഴുക്കുന്ന നദികൾ, ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ വഅൻഹാറും മിൻ അസ്ലിൻ മുസഫാ. ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, ഒരു പകർച്ചയുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധിയും കടന്നുകൂടാത്ത, ഒരണുക്കളും കടന്നുകൂടാത്ത, ഏതെങ്കിലുമൊക്കെ മൊട്ടകളിലൂടെ നമ്മളെ ഭീതിപ്പെടുത്താത്ത നല്ല വെള്ളം, അല്ലേ? അങ്ങനെയൊക്കെ പറയണം ഇന്നത്തെ പ്രസംഗത്തിൽ, എന്നാലേ പ്രസംഗം പൂർത്തിയാവും. കാരണം എന്താ, പുതിയ പുതിയ കൊതുകുകൾ കാണുമ്പോൾ നമുക്ക് ഒപ്രാളമാണ്, പേടിയാണ്. കൊതുകുകളിലൂടെ നമ്മളെ അള്ളാഹു ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കൊതുകുകൾ വന്ന് മുട്ടയിട്ടാൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ചെറിയ അണുക്കളുണ്ടല്ലോ, അത് നമ്മളെ പേടിപ്പിക്കുന്ന കാലഘട്ടം. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളുടെ ആരോഗ്യ വകുപ്പ് നമ്മൾക്ക് നൽകിയിരുന്ന ഉത്ബോധനത്തെ വായിക്കാൻ ശ്രമിച്ചാൽ, നമ്മുടെ വീടിന്റെ പരിസരത്ത് വൃത്തിയില്ലാത്ത വെള്ളങ്ങളൊന്നും ശേഖരിച്ചു വെക്കരുത്, വൃത്തികെട്ട വെള്ളങ്ങൾ, ചെളിവെള്ളങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട്. ഇന്ന് പുതിയ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പുതിയ പടച്ചവന്റെ സിദ്ധാന്തത്തിൽ അവൻ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ? വൃത്തിയുള്ള വെള്ളവും സൂക്ഷിക്കണം. കാരണം എന്താ, ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ട് പടച്ചവൻ സൃഷ്ടിച്ച ഒരണുവാണ് ചിക്കൻ ഗുനിയയുടെ അണു. ചിക്കൻ ഗുനിയയുടെ അണുക്കളെ പ്രത്യുൽപാദനം നടത്തുന്ന കൊതുകുകൾ മുട്ടയിടുന്നത് ശുദ്ധവെള്ളത്തിലാണ് എന്ന് ശാസ്ത്രം പറയുന്നു. ശുദ്ധവെള്ളത്തിലാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പടച്ചവനെ വെല്ലുവിളിക്കാൻ, അവന്റെ തീരുമാനത്തെ വെല്ലുവിളിക്കാൻ നമ്മൾ പരിസര ശുചീകരണമോ അല്ലെങ്കിൽ പരിസ്ഥിതി താരതമ്യ സന്തുലനമോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ആരോഗ്യപരമായ ഏതൊക്കെ പ്രവർത്തനങ്ങളോ എന്തൊക്കെ നടത്തിയാലും നമ്മുടെ വെല്ലുവിളികളൊന്നും ഫലപ്പെടൂല. അതിനെതിരെ പടച്ചവൻ അവന്റെ ഭാഗത്തുനിന്നുള്ള പുതിയ പുതിയ അണുക്കളെ സൃഷ്ടിക്കും എന്ന് നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുൽ അഭയം പ്രാപിക്കണം എന്നും പഠിപ്പിക്കുകയാണ്. അള്ളാഹുൽ അഭയം പ്രാപിക്കണം. ചുരുക്കി പറഞ്ഞാൽ, സ്വർഗ്ഗലോകത്ത് പടച്ചവൻ അവന്റെ നല്ല അടിയാറുകൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന വെള്ളത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, ഈ പറയുന്നത് പോലെ അപകടകരമായ ഏതെങ്കിലും ഒരു ടച്ച് പോലും ഇല്ലാത്ത തരത്തിൽ ശുദ്ധമായ വെള്ളം അതൊഴുകുന്ന പുഴ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നിങ്ങൾക്ക് ആവശ്യമായ നിലയിൽ പകർച്ചവ്യാധികളില്ലാത്ത പാലൊഴുക്കുന്ന ഒരു അരുവി. മറുഭാഗത്ത് പടച്ചവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമിയിൽ അള്ളാഹ്ക്കും വേണ്ടിയിട്ട് മദ്യം വേണ്ടാന്ന് വെച്ച ജനങ്ങൾ,
അള്ളാഹുവിന് വേണ്ടിയിട്ട് ആ സുഖം വേണ്ട എന്ന് തീരുമാനിച്ച അടിയാറുകൾ അവർക്ക് വേണ്ടി ആവശ്യാനുസരണം കുടിച്ച് രസിക്കാനായി പടച്ചവൻ ഒഴുക്കിയിരിക്കുന്ന മദ്യത്തിന്റെ ഒരു പുഴ, ഒരു അരുവി. പിന്നെ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും ആനന്ദവും പകരുന്നതിന് വേണ്ടി തേനിന്റെ ഒരു അരുവി. ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയല്ലേ? ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന, അതിലേക്ക് ചെന്നെത്തുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന മുസ്ലിം യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തിനാണ് ഒഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഒരു പീടികയുടെ കോലായിൽ ഈ ചെറിയ ചെറിയ മഴയത്ത് കഷ്ടപ്പെട്ടിരുന്നു കൊണ്ട് മൂക്കും പൊത്തിക്കൊണ്ട് ഈ ആവശ്യമില്ലാത്ത സാമാനം വലിച്ചു കുടിക്കുന്നത് എന്നല്ലേ പടച്ചവൻ ചോദിക്കുന്നത്, അല്ലേ? എന്നിട്ട് അവനെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ്, അവന്റെ തന്നെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുകയാണ്. എന്തിന് നീ വേണ്ടാധീനത്ത് നടക്കുന്നു? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് ആകെ കുറച്ചു കാലത്തെ ജീവിതമല്ലേ ഉള്ളൂ, 10, 60, 70 വർഷം. 60, 70 വർഷം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന സാമഗ്രികളും സാധനങ്ങളും നിത്യമായി ശ്വസിക്കുകയും നിത്യമായി ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് 60ലേക്കും 70ലേക്കും ഒന്നും ചെന്നെത്താൻ കഴിയാത്ത രൂപത്തിൽ പകുതിക്ക് വെച്ചിട്ട് തന്നെ നമ്മളങ്ങ് പിരിയുകയല്ലേ? ഈ പകുതിക്ക് വെച്ച് പിരിയാൻ പോകുന്ന ലോകത്ത് എന്തിനാണ് നിങ്ങൾ പടച്ചവന്റെ കൽപ്പനയ്ക്ക് വിപരീതമായ നിലയിൽ വൃത്തികേടുകൾ ചെയ്യുന്നത്? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. നമ്മുടെ സമുദായത്തിന് അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ യുവ സമൂഹത്തിന് അള്ളാഹു തആല ബോധ്യപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഉദ്ഖിലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ബിഇദ്നി റബ്ബിഹിം തഹിയ്യതുഹും ഫീഹാ സലാം. സുന്ദരമായ സുഖത്തിന്റെ ലോകമായ സ്വർഗത്തെ വിഭാഗത്തെ ഞാൻ പ്രവേശിപ്പിക്കുന്നതാണ്. പടച്ചവനെ, ഞങ്ങളെയും അതിൽ പ്രവേശിപ്പിക്കുമാറാകണേ. നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യ, അല്ലാഹു നമ്മളൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ. പ്രവേശിപ്പിക്കുമ്പോൾ അവര് ആ സുഖാനുഭൂതികളിൽ കാലാകാലം 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 എന്താ പറയാ, ഖാലിദീന ഫീഹാ ബിഇദ്നി റബ്ബിഹിം, നിങ്ങളുടെ റബ്ബിന്റെ അനുമതിയോടുകൂടി എന്നേക്കുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുടിച്ചു രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, കുറച്ചു കാലം നാട്ടുകാർക്ക് തലവേദനയാവുക, പിന്നെ ഈ ലോകത്തോട് വിട പറയുക. വിട പറഞ്ഞാലും നിന്നെ കൊണ്ട് ഇടങ്ങേറാണ്, പേരുദോഷമാണ്. അങ്ങനത്തെ പേരുദോഷങ്ങളൊന്നും ഉണ്ടാവൂല. അവിടെ കാലാകാലം ജീവിക്കാം, കാലാകാലം ജീവിക്കാം. മറ്റൊരു കാര്യം, തഹിയ്യതുഹും ഫീഹാ സലാം, തഹിയ്യതുഹും ഫീഹാ സലാം. ആ സ്വർഗലോകത്തുള്ള സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് പരിചയപ്പെട്ടു നോക്കണം. അവർ തമ്മിൽ എങ്ങോട്ട് തിരിഞ്ഞാലും സലാം 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 സലാം, സന്തോഷമാണ്, സമാധാനമാണ്, ശാന്തിയാണ്, സ്നേഹമാണ് പരസ്പരം. എന്താണ് അള്ളാഹു ഇത് പറയുന്നതെന്നറിയോ? തൊട്ടു മുമ്പുള്ള ആയത്തിൽ ചങ്ങാതിമാര് തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ സാധാരണക്കാരായ അനുയായികൾ ഓടി വന്നിട്ട് നേതാക്കന്മാരുടെ കയ്യിൽ പിടിച്ചിട്ട്, നിങ്ങളെ പിന്നാലെ വന്നിട്ടല്ലേ നമുക്ക് ഇങ്ങനെ ഉണ്ടായത്, നിങ്ങളല്ലേ ഞങ്ങൾ ഇവിടത്തേക്ക് എത്തിച്ചത് എന്ന് അനുയായികൾ നേതാക്കന്മാരെ ചീത്ത വിളിക്കുന്ന ശബ്ദമാണ് അപ്പുറത്ത് കേൾക്കുന്നത്. അനുയായികളോട് നേതാക്കന്മാര് കയർത്ത് സംസാരിക്കുന്ന ശബ്ദമാണ്. നിന്നെ ഞാൻ നിർബന്ധിച്ചിനാ, നിന്നോട് ഞാൻ വേണമെങ്കിൽ ഒരു പെഗ് അടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാ വാങ്ങി കുടിച്ചത്, അതുകൊണ്ട് നീ എന്നെ കുറ്റപ്പെടുത്തണ്ട എന്ന് പറയുന്ന തമ്മിൽ തല്ലിന്റെ ശബ്ദമാണ് നരകത്തിൽ കേൾക്കുന്നത്. ഉടനെ പിശാച് ഇവിടുന്ന് ഒരു കസേര ഇട്ടിട്ട് പറയുന്നു, എന്നെ ആരും പിടിച്ചേക്കരുത്, ഞാൻ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുത്തേക്കാം. ഈ ശബ്ദമാണ് നിങ്ങൾക്ക് അപ്പുറത്ത് കേൾക്കാൻ കഴിയുന്നതെങ്കിൽ ഇപ്പുറത്ത് എന്താ ശബ്ദം എന്നറിയോ? എവിടെ എങ്ങോട്ട് കാത് തിരിച്ചു വെച്ചാലും സലാം 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 സലാം, ശാന്തി ശാന്തി, സമാധാനം സമാധാനം. إلا قيلا سلاما سلاما لا يسمعون فيها لغوا ولا تأثيما لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا. എല്ലാ നിലയിലും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ശാന്തിയുടെയും നല്ല ശബ്ദം മാത്രമാണ് ആ അന്തരീക്ഷത്തിൽ അലയടിച്ച് കാണുക. നരകത്തിലോ നേരെ തിരിച്ചാണ്. വൃത്തികേടുകൾ ഭാണ്ഡക്കെട്ട് പോലെ തലയിൽ പേറിക്കൊണ്ട് നരകത്തിൽ ആപതിച്ചു പോയ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വയം അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങൾ എത്രയോ വലുതാണ്. അതിലുപരിയായി തമ്മിൽ ആ ദുഃഖങ്ങളെ സംബന്ധിച്ചിട്ട് അള്ളാഹു, ഞാനിപ്പോ ഓതുന്നത് സൂറത്ത് ഇബ്രാഹിമിന്റെ വചനങ്ങളാണ്. ഇബ്രാഹിമിൽ മാത്രമല്ല, സൂറത്ത് ഷുഅറയിലും സൂറത്ത് നംലിലും അതുപോലെയുള്ള പല സൂറത്ത് സബയിലും ഒക്കെ നാളെ പരലോകത്ത് ചങ്ങാതിമാര് തമ്മിൽ അടിക്കുന്ന ആ ഒരു അവസ്ഥ അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാ ആയത്തുകളും ഓതാൻ സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഓതാത്തത്. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. ഇപ്പുറത്ത് സ്വർഗത്തിലാണെങ്കിൽ വളരെ സന്തോഷം, അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. അല്ലാഹു തആല നമ്മളെയൊക്കെ സ്വർഗത്തിൽ എത്തിക്കുമാറാകട്ടെ. ആരെയും നരകത്തിലേക്ക് അല്ലാഹു തആല തള്ളിക്കളയാതെ സൂക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ ഉപ്പ പറയുന്ന ഒരു തമാശയുണ്ട്, ഒരു തമാശയും കൂടെ പറഞ്ഞേക്കാം. ഉപ്പാനെ പറയാതെ, ഒരു തമാശയെങ്കിലും പറയാതെ ഒരു ദിവസത്തെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഒരു അദബുകേടാന്ന് വിചാരിച്ചു പോകും, അല്ലേ? നമ്മളോട് ഉപ്പ പണ്ട് പറയാറുണ്ട്, നരകത്തിൽ ആളുകൾ സന്ദർശിക്കാൻ വേണ്ടി പോയി, നരകം കാണാൻ വേണ്ടി പോയി ഒരുപാട് ആളുകളെ കണ്ടു. നമ്മൾ നരകവാസികളാണെന്ന് വിചാരിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ടല്ലോ, അവരുടെ അക്രമ പ്രവർത്തനങ്ങളും ദുഷിപ്പുകളും
വേണ്ടാധീനങ്ങളും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ആലോചിക്കുമ്പോൾ അവർ മോശപ്പെട്ടവരാണ്, അവർ വൃത്തികെട്ടവരാണ് എന്ന് സമൂഹം വിധി എഴുതി. ആ ആളുകളൊക്കെ നരകത്തിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ആദ്യം പറഞ്ഞത് ആവർത്തിക്കുകയാണ്. നമ്മൾ നല്ലവരായി ജീവിക്കുകയും നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാട്ടുകാർ നല്ലത് എന്ന് വിധി എഴുതിയാൽ തീർച്ചയായും അത് അള്ളാഹു പരിഗണിക്കും. ആ സർട്ടിഫിക്കറ്റിനൊരു വാല്യൂ ഉണ്ട്. അള്ളാഹു താല അതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെയും സ്വർഗത്തിലാക്കും. അള്ളാഹു നമ്മളെ നല്ലവരാക്കുമാറാകട്ടെ. നാട്ടുകാരുടെ കണ്ണിലും അള്ളാഹുവിൻ്റെ കണ്ണിലും നമ്മളെ നല്ലവരായി അള്ളാഹു താല ആക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ നരകം കാണാൻ വേണ്ടി കുറച്ച് ആളുകൾ പോയി. നരകത്തിൽ ഓരോരോ ആളുകളെ ഇങ്ങനെ നോക്കി പോയി. ഓരോരോ ആളുകളെയും കണ്ടു. ഓരോരോ ആളുകൾക്ക് വേണ്ടിയിട്ടും നരകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഇത് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഒരു തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്. ആളുകൾ എത്താൻ പോകുന്നതല്ലേ ഉള്ളൂ, എല്ലാവരും അങ്ങോട്ട് എത്തണ്ടേ. ഓരോ ആളുകളുടെ, ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മൊബൈലിന് വോയിസ് മെയിൽ ബോക്സ് എന്ന് പറയുന്നില്ലേ, അതിൻ്റെ പ്രധാന ടവർ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് അവരുടെ കേന്ദ്രത്തിൽ നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടിയും ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും. ഒരു ബോക്സ്, ആ ബോക്സിലേക്കാണ് നമ്മളുടെ മെയിലുകളൊക്കെ വരുന്നത് എന്ന് പറയും. ഇതൊക്കെ പരലോകത്തിൻ്റെ പഴയകാല സിസ്റ്റമാണ്, അല്ലെങ്കിൽ പരലോകത്ത് വരാൻ പോകുന്ന പടച്ചവന്റെ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനനുസരിച്ചിട്ട് അള്ളാഹു തആല പണ്ട് ഇതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നാളെ അങ്ങോട്ട് പോവുകയും നമ്മൾ നമ്മളുടെ ചിപ്പ് എടുത്തിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മളെ പരിചയപ്പെടുകയും വേണ്ട താമസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെറ്റിൽഡ് ആണ്, എല്ലാം സെറ്റിൽഡ് ആണ്. അള്ളാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. അങ്ങനെ നരകത്തിൽ ഓരോരുത്തർക്കും ഓരോ തെർമോമീറ്റർ ഉണ്ട്, ഓരോ മെയിൽ ബോക്സ് ഉണ്ട്. അവരവരുടെ കർമ്മങ്ങൾ, അവരവരുടെ തെറ്റുകുറ്റങ്ങൾ അവിടെയാണ് ഫോക്കസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത്. അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അപ്പോൾ നരകം കാണാൻ വേണ്ടി പോയ ആളുകൾ ഓരോരോ ആളുകളുടെയും തെർമോമീറ്റർ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു പാപം ചെയ്യുമ്പോൾ അതിലെ മീറ്റർ ഇങ്ങനെ ടക്ക് എന്നൊന്ന് അടിക്കും. രണ്ടാമത് പാപം ചെയ്യുമ്പോൾ ടക്ക് എന്നൊന്ന് അടിക്കും. മൂന്നാമത്തെ പാപം ചെയ്യുമ്പോൾ ടക്ക് എന്നടിക്കും. ഈ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും തെർമോമീറ്റർ, അള്ളാഹു നമ്മളെ ആരെയും നരകത്തിൽ കൊണ്ടെത്തിക്കാതിരിക്കുമാറാകട്ടെ. നമ്മുടെ ആരുടെയും തെർമോമീറ്റർ നരകത്തിലില്ല എന്ന് തന്നെ പറയാം ഇൻഷാ അല്ലാഹ്. എന്താ, അള്ളാഹു അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. ചില ആളുകളുടെ ഒക്കെ മീറ്റർ ഇങ്ങനെ ആളുകൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു ടക്കെന്നൊന്ന് അടിച്ചു. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞാണ് പിന്നെ ടക്കെന്ന് അടിച്ചത്. പിന്നെ കുറേ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ടക്കെന്ന് അടിച്ചത്. അപ്പോൾ ഇങ്ങനെ ഓരോരോ ആളുകൾ ഇങ്ങനെ നോക്കി പോകുന്നതിനിടയിൽ കൂട്ടത്തിലൊരു കുസൃതിക്കാരനുണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, നമ്മൾ കുറേ ആളുകളുടെ മീറ്ററൊക്കെ കണ്ടല്ലോ, ഈ കൂട്ടത്തിൽ നമ്മൾ അമേരിക്കൻ പ്രസിഡന്റിനെ ഇത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിനെ കാണുന്നില്ല. കാരണം എന്താ, ഇന്ന് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നലെ ജീവിച്ചിരുന്ന ഇന്നത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്നലത്തെ പ്രസിഡന്റ് ആരെങ്കിലും ആവട്ടെ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇത് കഥയാണ്, കഥയ്ക്ക് ഷർത്തും ഫർദും ഒന്നുമില്ല, കഥയിൽ ചോദ്യമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ പറയാം. തൽക്കാലം നമുക്ക് അക്രമത്തിന്റെ രംഗത്ത് പ്രതീകമായ നിലയിൽ എടുത്തു നിർത്താൻ പറ്റുന്ന അഭിനവ യുഗത്തിലെ ഏറ്റവും വലിയൊരു കഥാപാത്രം അമേരിക്കൻ പ്രസിഡന്റ് എന്ന് തന്നെ പറയാം. എൻ്റെ അപ്പുറത്ത് വേറെ ആരെ നമ്മളിപ്പോൾ പറയാനുള്ളത്? ഏതായാലും ആ വിഷയം നമ്മൾ പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനിടയുണ്ട്. ഈ കുസൃതിക്കാരനായിരുത്തും ചോദിക്കുന്നു, അമേരിക്കൻ പ്രസിഡന്റിന്റെ തെർമോമീറ്റർ മാത്രം കാണുന്നില്ലല്ലോ, അതെവിടെ പോയി എന്ന് ചോദിക്കും. അത് ശരിയാണല്ലോ, അയാളത് കണ്ടില്ലല്ലോ. അപ്പോൾ ഈ എക്സ്കർഷന് വേണ്ടി വന്ന ആളുകൾ നരകം കാക്കുന്ന ആളിൻ്റെ അടുക്കൽ പോയിട്ട് വാച്ച്മാനോട് ചോദിച്ചു, അല്ല എവിടെ പോയി, ഇന്ന ആളിൻ്റെത് മാത്രം കാണുന്നില്ലല്ലോ. അപ്പോൾ അയാളിങ്ങനെ തലയെല്ലാം ചൊറിഞ്ഞിട്ട് പറഞ്ഞു, വാച്ച്മാൻ കിടക്കുന്ന റൂമിലെ ഫാൻ കേടായി പോയത് കൊണ്ട് അവിടെ തൽക്കാലത്തേക്ക് ഫിറ്റാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചെറുങ്ങനെ നമ്മൾ ഫാന് ഒന്നിലിട്ടാൽ ആടുന്നത് ഒന്നിൻ്റെക്കാൾ കുറച്ചുകൂടെ -1, -2, -3 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഫാന് വളരെ മെല്ലെയല്ലേ ആടും. ഇനി 5 ആടുന്നത്, 5 മതിയാകാതെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചൂട് കടുപ്പാകുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഒന്ന് 10 10 ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം. 10 ഫാൻ കറങ്ങുന്നത് പോലെ ഇങ്ങനെ കറങ്ങാണ്. കാരണം ഓരോ സെക്കൻഡിലും 1000 തെറ്റുകുറ്റങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ബട്ടൺ അമർത്തിക്കൊണ്ട്. ഓരോ സെക്കൻഡിലും 1000 അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ഈ പ്രവർത്തനങ്ങളൊക്കെ പരലോകത്ത് പടച്ചവൻ നരകത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന ഈ തെർമോമീറ്ററിന് താങ്ങാൻ കഴിയുന്നില്ല. അതിങ്ങനെ 10 കറങ്ങുന്ന ഫാനിനേക്കാൾ കൂടുതൽ ശക്തിയായി കറങ്ങുകയാണ്. അപ്പോൾ വാച്ച്മാൻ വിചാരിച്ചു, സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് ഇവിടുത്തെ ഈ ഫാൻ നന്നാക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുന്നതിന് പോലെ തൽക്കാലം ഈ തെർമോമീറ്റർ അവിടെ കൊണ്ടുപോയി വെക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് കഥയാണ്, കഥയിൽ ചോദ്യമൊന്നുമില്ല. അള്ളാഹു തആല നല്ലത് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. വാസ്തവത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നരകത്തിന്റെ ദുരവസ്ഥ അങ്ങനെയായിരുന്നുവെങ്കിൽ ഇവിടെ സ്വർഗത്തെ സംബന്ധിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയപ്പോൾ തഹയ്യത്തുഹും ഫീഹാ സലാം, ഇവരെ സന്തോഷത്തിന്റെ നല്ല താളങ്ങൾ മാത്രമേ ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നുള്ളൂ, നല്ല ശബ്ദങ്ങൾ മാത്രമേ ആളുകൾക്ക് ശ്രവിക്കേണ്ടി വരുന്നുള്ളൂ. ഇവിടെ ആഭാസങ്ങളൊന്നുമില്ല, അനാവശ്യങ്ങളൊന്നുമില്ല, അവശബ്ദങ്ങളൊന്നുമില്ല, ആ നിലയിലുള്ള ഒരു ദുഷിപ്പുകളുമില്ല. അള്ളാഹു ഈ കൂട്ടത്തിൽ സ്വർഗവാസികളായി നമ്മളെ കബൂലാക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. സമയം തീരാനായി. ബാക്കിയുള്ള ആയത്താണ് ഞാൻ വാസ്തവത്തിൽ പറയാൻ വിചാരിച്ചത്. ഇത് മുമ്പുള്ള ആയത്തുകൾ യാദൃച്ഛികമായി ഓതിയതാണ്. അതിനുശേഷം അല്ലാഹു തആല പറയുന്ന വചനം, അലം തറ ഇലല്ലദീൻ അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബ
كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا ويضل الله الظالمين ويفعل الله ما يشاء. അതാണല്ലോ നമ്മൾ വിഷയമായി തുടങ്ങിയത്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബ. അല്ലാഹു ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ആ അള്ളാഹുവിന്റെ ഉദാഹരണത്തിൽ നല്ല വാക്കുകളെ, നല്ല പ്രവൃത്തിയെ, നല്ല വാക്കും പ്രവൃത്തിയുമുള്ള വ്യക്തികളെ, നല്ല സമുദായത്തെ, നല്ല സമൂഹത്തെ അള്ളാഹു എങ്ങനെയാണ് ഉദാഹരിച്ചത്? നമ്മുടെ സമുദായത്തിന്റെ നഷ്ടപ്പെട്ടു പോയ നല്ല പ്രതാപ കാലഘട്ടത്തിന്റെ ഇമേജിനെ കുറിച്ചിട്ടും അത് വീണ്ടെടുക്കാനുള്ള പ്രേരണയെക്കുറിച്ചിട്ടും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സംസാരം തുടങ്ങിയത്. അതുകൊണ്ടാണ് ഈ ആയത്ത് എൻ്റെ മനസ്സിൽ ഉടക്കുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കണമെന്ന് വിചാരിക്കുകയും ചെയ്തത്. അലം തറ, എന്തേ നിങ്ങൾ അറിയുന്നില്ല, നോക്കുന്നില്ല, നിങ്ങൾ കണ്ടില്ലേ? കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ. നല്ലൊരു ഉദാഹരണത്തിലൂടെ പടച്ചവൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വൃക്ഷം, ആ വൃക്ഷത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് എത്ര സുന്ദരമായ വൃക്ഷമാണത്, എത്ര സുന്ദരമായ വൃക്ഷമാണ്. അതിന്റെ വേരുകൾ ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുക എന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിന്റെ ഫലഭൂയിഷ്ഠതയെ പ്രകടിപ്പിക്കുന്ന ഒന്നാണ്, ആ വൃക്ഷത്തിന്റെ ശക്തിയെയും വീര്യത്തെയും പ്രകടിപ്പിക്കുന്ന ഒന്നാണ്. ഭൂമിയിലേക്ക് വേരുകൾ ആഴ്ന്നിറങ്ങി. ഷജറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ. ആഴത്തിലേക്ക് വേരുകൾ പോയപ്പോൾ അതിനനുസൃതമായ നിലയിൽ അതിന്റെ ശാഖകളും ശിഖരങ്ങളും അതിന്റെ കൊമ്പുകളും ചില്ലകളും നന്നായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. വഫറുഹാ ഫിസ്സമാ തുഅതി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ തുഅതി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. അതിന്റെ നാഥന്റെ, രക്ഷിതാവിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ സമയത്തും നല്ല പഴവർഗ്ഗങ്ങൾ, എല്ലാ സമയത്തും നല്ല പഴവർഗ്ഗങ്ങൾ അതിന്റെ അഹലുകാർക്ക്, അതിന്റെ അവകാശികൾക്ക്, അയൽവാസികൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. ആളുകൾ ഓർമ്മ വെക്കട്ടെ, അറിയട്ടെ, ഗുണപാഠം സിദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉദാഹരണമാണിത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നല്ല ആളുകളുടെ ഉദാഹരണം, നല്ല വാക്കുകളുടെ ഉദാഹരണം, നല്ല വ്യക്തികളുടെയും നല്ല കുടുംബങ്ങളുടെയും നല്ല സമൂഹത്തിന്റെയും നല്ല സമുദായത്തിന്റെയും ഉദാഹരണം ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ് എന്ന് പടച്ചവൻ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വിലയിരുത്തലിൽ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സമുദായത്തെ സംബന്ധിച്ചിട്ട് മോശമായ ഒരു കാഴ്ചപ്പാടോ മോശമായ ഒരു വീക്ഷണമോ ഒരു ചിത്രമോ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരാളുടെ മാത്രം അനുഭവമല്ല, സമൂഹത്തിന്റെ മനസ്സിൽ ഈ ഉത്തമ സമുദായത്തെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു മോശം ചിത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മഹാ അപകടമാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് നമ്മളെ നല്ലൊരു വടുവൃക്ഷമാക്കാനാണ്, ഒരു തണൽ വൃക്ഷമാക്കാനാണ്. തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. എല്ലാ സമയത്തും ജനങ്ങൾക്ക് മാധുര്യമൂറുന്ന നല്ല ഫലങ്ങൾ, നല്ല പഴവർഗ്ഗങ്ങൾ നൽകുന്നവരായി മാറാനാണ് ഈ സമുദായത്തെ അല്ലാഹു തആല ഭൂമിയിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. നമ്മളുടെ വാക്കുകൾ കേട്ടാൽ ആളുകൾക്ക് സന്തോഷം തോന്നണം, നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ ആളുകൾക്ക് സന്തോഷം തോന്നണം. നല്ല മാധുര്യമുള്ള പഴവർഗ്ഗങ്ങൾ സമൂഹത്തിന് സമ്മാനിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണല്ലോ, അതിന്റെ പൊരുൾ അതാണല്ലോ. നമുക്ക് ആദ്യമായി വേരുകൾ ഭൂമിയിൽ ഉറച്ചു കിട്ടണം എന്ന് പറഞ്ഞാൽ ആദർശത്തിന്റെ അടിസ്ഥാന ബിന്ദുവിൽ നമ്മൾ ഭൂമിയിൽ നന്നായി ഊന്നി നിൽക്കുന്നവരാകണം. നമ്മളിങ്ങനെ സന്ദർഭത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നവരും ചരിയുന്നവരും ആകരുത്. ലോഹർ നിസ്കാരത്തിന്റെ നേരത്ത് വീട്ടിൽ നിന്ന് കുളിച്ചൊരുങ്ങി തലയിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരുന്ന സമയത്ത് ഒരു ചങ്ങാതി പറഞ്ഞു, എവിടെയാ പോകുന്നത്? ഏടാന്നൊന്നുമില്ല, ഉറക്കം മതിയായപ്പോൾ അങ്ങ് എഴുന്നേറ്റു, കുളിച്ചു, തുണികുപ്പായൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങി. എന്നാ ബാ കാമ്പസാറിലേക്ക് പോകാം, ലേശം പ്രസംഗം കേൾക്കാം. ആ ശരി, കയറി കാമ്പസാറിലേക്ക് വന്നു, പ്രസംഗം കേട്ടു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രസംഗമൊക്കെ കഴിഞ്ഞ് അസ്രസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനിടയിൽ ഒരു ചങ്ങ, എവിടെയാണ് പോകുന്നത്? എവിടെയാണെന്നൊന്നുമില്ല, അങ്ങനെ പോവാ. എന്നാ ബാ കയറ്, പയ്യാമ്പലത്തേക്ക് പോകാം. അങ്ങ് പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബാക്കി ഞാൻ പറയുന്നില്ല. ഞാൻ നമ്മുടെ സമുദായത്തിന്റെ മൊത്തത്തിലുള്ള ആ അവസ്ഥയെ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു പറയുന്നത് പോലെ ഒരു ഉദാഹരണത്തിന്റെ രൂപത്തിൽ ചില തലക്കെട്ടുകൾ മാത്രം സമർപ്പിക്കുകയാണ്. ബാക്കി നമ്മൾ ആലോചിക്കുക. നമ്മുടെ സമുദായത്തിന്റെ സന്തതികൾ, പുതിയ തലമുറ, അവരുടെ അവസ്ഥ ഇങ്ങനെയാണ്.
പിന്നെ അതിനുശേഷം ആരെങ്കിലും ഒരു റെന്റിനെടുത്തുകൊണ്ട് ചെത്തിമുനുങ്ങുന്ന കാറിൽ അതിന്റെ ഡോറ് തുറന്നിട്ട് വാടാ കയറ് എന്ന് പറഞ്ഞാൽ അവിടെയും കയറി. ആ കാറുമായി അവൻ പോകുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഒരു വയലിന്റെ കരയിലാണ്. അങ്ങനത്തെ വയലിന്റെ കരയിൽ ഒരുപാട് അക്രമം അനുഭവിക്കുന്ന ഒരു ഉസ്താദാണ് ഈ പ്രസംഗിക്കുന്നത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ സമുദായം, നമ്മുടെ സമുദായത്തിലെ യുവത, നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാർ ഈ നിലയിലുള്ള ദുഷ്കർമ്മങ്ങളിൽ പുതിയ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, എൻ്റെ നല്ല അടിയാറുകളാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപമയും ഉദാഹരണവും ഒക്കെ പടച്ചവൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത് വെറുതെ അല്ല. അവർക്ക് ആദർശത്തിന്റെ രംഗത്ത് അടിയുറപ്പുണ്ടാകണം. അവരുടെ വേരുകൾ ഭൂമിയിൽ ആഴ്ന്നു നിൽക്കുകയാണ്. ഇനി ഏതവം വന്ന് വിളിച്ചാലും, ആരൊക്കെ നമ്മളെ നിർബന്ധിച്ചാലും, നമ്മൾ അള്ളാഹുവിന്റെ പാതയിലേക്കല്ലാതെ, മാർഗത്തിലേക്കല്ലാതെ, നന്മയിലേക്കല്ലാതെ, നേരായ വഴിയിലേക്കല്ലാതെ ഒരു കാരണവശാലും നമ്മൾ ചായുകയില്ല, ചരിയുകയില്ല എന്ന ഉറച്ച ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഉറച്ച ഒരു നിലപാട്, ഒരു നയം ഈ സമുദായത്തിനുണ്ടാകണം. ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാർക്കുണ്ടാകണം. ആദ്യത്തേത് അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സ്വാഭാവികമായും അടിയുറച്ച ആദർശം നമുക്കുണ്ടെങ്കിൽ, അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, അതില്ലാത്തത് കൊണ്ടാണ് ഈ ദുഷിപ്പുകളൊക്കെ റിവായത്ത് ചെയ്യപ്പെടുന്നത്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അടിയുറച്ച ആദർശവും വിശ്വാസവും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ബാക്കിയുള്ള നമ്മളുടെ അമലുകൾ, മുആമലാത്ത്, മുആശറാത്ത് എന്നൊക്കെ പറയുന്ന നമ്മളുടെ അമലുകൾ, പെരുമാറ്റം, പ്രവർത്തനം, സ്വഭാവം, അഖ്ലാഖ്, ഇതൊക്കെ ശാഖകളായി, ശിഖരങ്ങളായി, നല്ല വൃക്ഷത്തിന്റെ അതിന്റെ കൊമ്പുകളായി സമൂഹത്തിന് തണലിട്ടുകൊണ്ട്, സമൂഹത്തിന് സമാധാനം പകർന്നുകൊണ്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കും. എത്ര നല്ല കാഴ്ചയാണത്, എത്ര നല്ല കാഴ്ച. ആ ഒരു കാലമുണ്ടായിരുന്നു, ഒരു കാലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം, സഹാബത്തിന്റെ കാലം, താബിഈങ്ങളുടെ കാലം, തബഉ താബിഈങ്ങളുടെ കാലം, ഏകദേശം ഈ പറയുന്ന 100-300 വർഷക്കാലം വരെയും ലോകം ഈ മരത്തിന്റെ തണലിൽ കയറി നിന്നു. ലോകം ഈ മരത്തിന്റെ തണലിൽ നിന്നും തൂതി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ, അതിന്റെ റബ്ബിന്റെ നിർദ്ദേശപ്രകാരം, നിശ്ചയപ്രകാരം ഈ സുന്ദരമായ ഇസ്ലാമാകുന്ന വൃക്ഷത്തിന്റെ, മുസ്ലിമീങ്ങളാകുന്ന വൃക്ഷത്തിന്റെ അടിയിൽ തണല് പറ്റി നിൽക്കുമ്പോൾ അവർക്ക് മാധുര്യമുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, സ്വഭാവ പെരുമാറ്റങ്ങൾ ഉണ്ടായിരുന്നു, നല്ല പഴങ്ങൾ പറിച്ച് തിന്നാൻ കഴിയുമായിരുന്നു. ഇന്ന് ആരെങ്കിലും 100-300 വർഷക്കാലം വരെ ഭൂമിയിൽ അനുഭവിച്ച ആ നല്ല ഓർമ്മകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ സമുദായമാകുന്ന വൃക്ഷത്തിന്റെ തണലിലേക്ക് വന്നാൽ പ്രയാസമാണ്. നമ്മളുടെ സമുദായത്തെ വിശ്വസിച്ചിട്ട് അടുക്കാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേരായ നിലയിൽ ചിന്തിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ആരെങ്കിലും വിശ്വസിച്ചപ്പോൾ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ചിലപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് പോകുമ്പോൾ അവൻ്റെ പോക്കറ്റ് ഉണ്ടാവില്ല, അല്ലേ? ആരെങ്കിലും വിശ്വസിച്ചിട്ട് ഈ വൃക്ഷത്തിന്റെ തണലിൽ കയറി വെയിൽ കായാമെന്ന് വിചാരിച്ച് നിന്നാൽ ചിലപ്പം അവൻ പോകുമ്പോൾ അവൻ്റെ അടിവസ്ത്രം പോലും ഉണ്ടാവില്ല. ആ ഒരു ദുരവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഞാൻ പറയുന്നത് വെറുതെ അല്ല, ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഞാൻ വെറുതെ പറയാണ് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാൻ ആശയുള്ള ഒരു വ്യക്തിയല്ല, അങ്ങനെ ഞാൻ ചെയ്യാറുമില്ല സാധാരണഗതിയിൽ. പക്ഷേ ഇന്നത്തെ സമുദായത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കുമ്പോൾ ഇതും ഇതിന്റെ അപ്പുറവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ശരി. ഇതും ഇതിന്റെ അപ്പുറവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. ജനങ്ങൾ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പടച്ചവൻ ഒരു ഉദാഹരണം പറയുകയാണ്. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറയുന്നത്. ജനങ്ങൾ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കട്ടെ, ഓർമ്മ വെക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു ഉപമ പറച്ചിലാണിത്. വമസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസത്തിൻ ഇജ്തുസ്സത് മിൻ ഫൗഖിൽ അർളി മാ ലഹാ മിൻ ഖറാർ. രണ്ടാമത്തെ ഒരു വിഭാഗം മസലു കലിമത്തിൻ ഖബീസത്തിൻ, വൃത്തികെട്ട വാക്ക്, വൃത്തികെട്ട പ്രവൃത്തി, വൃത്തികെട്ട സമുദായം, വൃത്തികെട്ട സമൂഹം, വൃത്തിഹീനതയിൽ തന്നെ ഊട്ടി ഉളപ്പിക്കപ്പെടുകയും വളർത്തപ്പെടുകയും ചെയ്യുന്ന സമുദായം. അവരുടെ ഉദാഹരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക. കശജറത്തിൻ ഖബീസത്തിൻ, വൃത്തിഹീനമായ ഒരു വൃക്ഷത്തെ പോലെയാണ്. പരിസരത്തേക്ക് പോയാൽ മുള്ളുകൊള്ളും, പരിസരത്തേക്ക് പോയാൽ ദുർഗന്ധമുണ്ടാകും. ആ വൃക്ഷത്തെ തൊട്ടാൽ അതിന് ഞങ്ങളുടെ തെക്കൻ കേരളത്തിലൊക്കെ ചൊറിയണമെന്നാണ് പറയുക. ചൊറിയണം എന്ന് പറഞ്ഞാൽ എന്താ അറിയാ? ചൊറിയണം എന്ന് അവിടെ എന്താണ് പറയുന്നത് എനിക്കറിയില്ല. തൊട്ടുപോയാൽ ചൊറിയുന്നത് അല്ലേ? എനിക്കറിയില്ല. ഏതായിരുന്നാലും തൊട്ടുപോയാൽ ചൊറിയും, അടുത്തേക്ക് പോകാൻ കഴിയില്ല, ദുർഗന്ധമാണ്. അള്ളാഹു പറയുന്നു, മസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസത്തിൻ ഇജ്തുസ്സത് മിൻ ഫൗഖിൽ അർള് മാ ലഹാ മിൻ ഖറാർ. എന്തുകൊണ്ടാണ് അപ്രകാരം അത് മോശപ്പെട്ട വൃക്ഷമായി മാറിയത്, ചെടിയായി മാറിയത്, ഉപദ്രവകാരിയായി മാറിയത്? അതിന്റെ വേരുകൾ ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ
അതിൻ്റെ ശിഖരങ്ങളും കൊമ്പുകളും തണ്ടും മേലോട്ട് നന്നായി തഴച്ചു വളരുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമല്ല, ഉപദ്രവമാണ്. എങ്ങാനും ആരെങ്കിലും ആ വൃക്ഷത്തെ ചെറുങ്ങനെ ഒന്ന് പിടിച്ചു പുഴുകാൻ ശ്രമിച്ചാൽ തീർച്ചയായും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേരള വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ കയറും, വാടാന്ന് പറഞ്ഞാൽ വരും, പോടാന്ന് പറഞ്ഞാൽ പോവും. ദുഷിച്ച കലിമത്തിന്റെയും ദുഷിച്ച വ്യക്തിയുടെയും ദുഷിച്ച സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ഉപമയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മാലഹാ മിൻ ഖറാർ, അതിന് അങ്ങനത്തെ ഒരു അടിയുറപ്പൊന്നുമില്ല, ഒരു ആദർശ ധീരതയൊന്നുമില്ല. ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മൂമിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നോമ്പ് പിടിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന നിന്നോട് ആരെങ്കിലും വിഡ്ഢിത്തം പറഞ്ഞാൽ ആ വിഡ്ഢിത്തത്തിന് അതേ വാക്കിലും അർത്ഥത്തിലും തിരിച്ചു പറയുന്നതിന് പകരം നീ അവനോട് പറയണം, ഞാനൊരു നോമ്പുകാരനാണ്, എനിക്കിതൊന്നും പറ്റൂല, ഞാനൊരു നോമ്പുകാരനാണ്, എനിക്കിതൊന്നും പറ്റൂല എന്ന്. ഞാൻ എന്തിനാ അങ്ങനെ തങ്ങൾ പഠിപ്പിച്ചത്? ഈ ആദർശ വിശുദ്ധി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, നമുക്ക് ആ ഒരു വ്യക്തിത്വത്തെ പകർന്നു തരികയാണ്. ഞാനൊരു നോമ്പുകാരനാണ്, എനിക്കിതൊന്നും പറ്റൂല. ഒരു പക്ഷേ ഞാൻ പറയുന്നത് കേട്ടിട്ട് അവന് മനസ്സിലാവുന്നില്ല, അവൻ അതിനനുസരിച്ച് നിൽക്കുന്നില്ല എന്ന് കണ്ടാൽ അവസാനം ഞാൻ എന്നോട് തന്നെ പറയണം, നീ ഒരു നോമ്പുകാരനാണ്, നിനക്കിതൊന്നും പറ്റൂല. അങ്ങനത്തെ ഒരു അടിയുറച്ച സ്വഭാവശുദ്ധി, അങ്ങനത്തെ ഒരു അടിയുറച്ച ആദർശ ശുദ്ധി, ഒരു വ്യക്തിത്വം, അതാണ് നമുക്കിന്നില്ലാത്തത്. ഒരു വ്യക്തിത്വം ഈ സമുദായത്തിനുണ്ടാകണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാവർത്തികമായി നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹു തആല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ഇനിയും ഒരു 3-4 ആയത്തുകളും കൂടെ ഉണ്ട്, പക്ഷെ പറഞ്ഞു തീർക്കാൻ സമയമില്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിലും എനിക്ക് ലേശം സമയക്കുറവും ആരോഗ്യക്കുറവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ബാക്കിയുള്ള ആയത്തുകൾ യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ വയുദില്ലുല്ലാഹു അൽ-ളാലിമീന വയഫ്അലുല്ലാഹു മാ യശാ അലം തറ ഇലൽ ലദീന ബദ്ദലൂ നിഅമതല്ലാഹി കുഫറാ വഅഹല്ലൂ ഖൗമഹും ദാറൽ ബവാർ جهنم يصلونها فبئس القرار وجعلوا لله أندادا ليضلوا عن سبيله قل تمتعوا فإن مصيركم إلى النار وقل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال. അല്ലാഹു തആല പറയുന്ന ഈ വചനത്തിൽ അവനെ അനുസരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതുപോലെ നല്ല ജീവിതം നയിക്കാൻ തയ്യാറാകുന്ന സത്യവിശ്വാസികൾ, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു, അങ്ങനത്തെ നല്ല വിശ്വാസികൾ, അവരെ അവൻ തന്നെ ഉറപ്പിച്ചു നിർത്തും, അവൻ പിൻബലം കൊടുക്കും, അവൻ സഹായം കൊടുക്കും, അവൻ സംരക്ഷിച്ചുകൊള്ളും. ആവശ്യമില്ലാത്തിടത്തൊന്നും ഈ അടിമയെ അല്ലാഹു പോകാൻ അനുവദിക്കുകയില്ല. ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, അടിയുറച്ച വാക്കുകളിലൂടെ, വിശ്വാസത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ, വ്യക്തിത്വത്തിലൂടെ, ജീവിതശൈലിയിലൂടെ പടച്ചവൻ അവൻ തന്നെ ഈ അടിമയെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ഈ ലോക ജീവിതത്തിലും മാത്രമല്ല പരലോക ജീവിതത്തിലും അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. ഈ ലോക ജീവിതത്തിൽ നമ്മളുടെ ആദർശത്തിന് വിപരീതമായ ഒരു ദുഷിപ്പുകളും നമ്മളെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിക്കില്ല, ഒരു പാപകർമ്മങ്ങളിലേക്ക് നമ്മളെ അള്ളാഹു കൊണ്ടെത്തിക്കുകയില്ല. അതുപോലെ മരണാനന്തരം കടക്കുന്ന ഖബറിൽ ഉലമാക്കൾ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ഇതിന് വ്യാഖ്യാനം എഴുതിയപ്പോൾ യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഖബറിലെത്തുമ്പോൾ മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം വരും. കൈകളിൽ ദണ്ടും പേറി നിന്നുകൊണ്ട് നമ്മളോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കും. ആ ചോദ്യങ്ങളുടെ മുമ്പിൽ സാധാരണക്കാരൊക്കെ പതറിപ്പോകും. പക്ഷേ ലോക ജീവിതത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നല്ലവരായി കഴിഞ്ഞുകൂടിയിരുന്ന ഈ അടിമകളുണ്ടല്ലോ, അടിയാറുകളുണ്ടല്ലോ, നാട്ടിലെ എത്ര വില്ലന്മാര് ശ്രമിച്ചിട്ടും ഞാൻ അവരുടെ വലയിൽ ഒന്നും വീണില്ല. ഞാൻ പടച്ചോനെ പേടിച്ച് ജീവിച്ചു, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചു. അതുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിയപ്പോൾ മലക്കുകൾ ദണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്നെ പേടിപ്പിച്ചിട്ട് മൻ റബ്ബുക്ക എന്ന് ചോദിച്ചാൽ എനിക്കൊരു പ്രയാസവുമില്ലാതെ മറുപടി കൊടുക്കാം, റബ്ബി അല്ലാ, റബ്ബി അല്ലാ. കാരണം ഞാൻ വിശപ്പ് സഹിച്ചത്, ദാഹം സഹിച്ചത്, എന്റെ സുഹൃത്തുക്കളൊക്കെ അടിച്ചു പൊളിച്ചിരുന്ന ആ സുഖത്തിൽ നിന്നും ഞാൻ മറഞ്ഞ് മാറി നിന്നത് ഈ റബ്ബിനെ ഭയന്നുകൊണ്ടാണ്. റബ്ബി അല്ലാ, റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയാൻ കഴിയും. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരുമാറാകട്ടെ, നമ്മളുടെ കുഞ്ഞുങ്ങളെ പെടുത്തി തരുമാറാകട്ടെ, നമ്മളുടെ തലമുറയെ അള്ളാഹു തആല ആ നിലയിൽ തന്നെ നല്ലവരായി നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ബാക്കി എല്ലാ ദുഷിപ്പുകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും അള്ളാഹു തആല നമ്മളെയും നമ്മുടെ സമുദായത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.